നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏതാണ്? 2023 ഡിസംബറിലെ സിലബസ് 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ്. പറയൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ഡിക്രീസ് യൂണിറ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ ദ മോസ്റ്റ്? വിച്ച് മീൻസ് കോൺട്രിബ്യൂഷൻ ഏറ്റവും കുറയ്ക്കുന്നത് ഏതാണ്? ഡിക്രീസ് ഇതെന്താ ഉദ്ദേശിച്ചത്? ഡിക്രീസ് എന്താ? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് ഉദ്ദേശിച്ചത്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ കറക്റ്റ്? ബി. ഓക്കെ അല്ലേ? ഒരു പണിയാ, അതിന് നമുക്ക് അങ്ങനെ കിട്ടിയ പോലെ ഇതാ ശ്രദ്ധിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിളൊക്കെ ഇനി പെട്ടെന്ന് എഴുതിയെടുത്തോളൂ. സെല്ലിംഗ് പ്രൈസ് 100 രൂപ. ഓക്കെ അല്ലേ? നമ്മൾ ബി എന്ന് പറഞ്ഞാലും ഞാൻ എന്തായാലും പറഞ്ഞാലും തെറ്റാണ്. ഓക്കെ അല്ലേ? യെസ്. അടുത്തേതാണ്? വാരിയബിൾ കോസ്റ്റ് ഒരു 60 രൂപ. ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ്? ഒരു 40,000 രൂപ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. 1 by 1 നോക്കല്ലേ? ഓക്കെ. യെസ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ ഇപ്പോൾ എത്രയാണ് നിലവിൽ? 40 കോൺട്രിബ്യൂഷൻ. ഇതിനെ കുറയ്ക്കുന്നതാണ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം ഏതാണ്? 10% ഡിക്രീസ് ഇൻ സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് അപ്പോൾ ഞാൻ എ എന്ന് എഴുതാണ്. എ എങ്ങനെയാണ്? 10% ഡിക്രീസ് വരുമ്പോൾ 100 ഉള്ളത് എന്താവും? 90 ആവും. മൈനസ് വാരിയബിൾ കോസ്റ്റ് കുറയോ? ഇല്ല. അപ്പോൾ എത്രയായി മാറും? 40 ഉള്ളത് 30 ആയി മാറും. ഓക്കെ. ബി ശരിയല്ലേ? അത് തെറ്റാണ്. ഡിക്രീസ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റിനെ കുറയ്ക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലേ എ? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 40 ഉള്ളത് 30 കുറഞ്ഞില്ലേ? അപ്പൊ എ കറക്റ്റ് ആൻസർ അല്ലേ? അല്ലേ? അടുത്തതാണ് ബി. ബി നോക്കാം. അപ്പൊ ശരി, ബി എന്താ പറയുന്നത്? 10% ഇൻക്രീസിങ് വാരിയബിൾ കോസ്റ്റ്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് 100 അല്ലേ? വാരിയബിൾ കോസ്റ്റ് എത്രയാവും? 66. ഓക്കെ അല്ലേ? അപ്പൊ എത്രയായി മാറും? 34. 40 34 ആവുന്നതാണോ 40 30 ആവുന്നതാണോ ഏറ്റവും കുറവ്? ഓക്കെ. അപ്പൊ ചോദിക്കുന്നത് എന്താണ്? മോസ്റ്റ്, ഏറ്റവും കുറവ് വരുന്നതാണ്. കേട്ടില്ലേ? അടുത്തതാ സി നോക്കാം. ഏതാ സി? 10% ഇൻക്രീസ് ഇൻ ദ വാരിയബിൾ കോസ്റ്റ്. അപ്പോൾ 100 മൈനസ് 60 10% ഇൻക്രീസ് അല്ലേ? ഡിക്രീസ് ആണ്. അപ്പോൾ 6 കുറഞ്ഞിട്ട് എത്രയാവും? 54 ആവും. അപ്പോൾ എത്ര വരും? 46 വരും അല്ലേ? ഡി എന്താ പറഞ്ഞത്? 10% ഡിക്രീസ് ഇൻ ഫിക്സ്ഡ്. ഫിക്സ്ഡ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്താലും അത് ഇതിനെ എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ അല്ലേ? അപ്പോൾ അത് പറയാനേ പറ്റില്ല. ഫിക്സ്ഡ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്താൽ ഡിക്രീസ് ചെയ്താൽ വാരിയബിൾ കോസ്റ്റ് പറയേണ്ടതായിരിക്കും സെയിം ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും കുറവായിട്ട് വാരിയബിൾ കോസ്റ്റിനെ കുറച്ചത് ഏതാണ്? ഓക്കെ അല്ലേ? യെസ്. അത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് പറ്റില്ല, നിങ്ങൾക്കറിയുന്നത്. ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ തന്നെ അല്ലേ കിട്ടുള്ളൂ. ഒന്നിങ്ങനെ ഇമാജിനറി എമൗണ്ട് ഇട്ടിട്ട് കളിക്കണം. ഇതുപോലെ ഇങ്ങനത്തെ പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റുകൾക്ക് ഏറ്റവും നല്ലത് ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇടാം. എക്സാമിന് അധികം സമയം എടുക്കുമല്ലോ. ഈ സമയം ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ സ്റ്റാൻഡേർഡ് ടൈം എത്ര വരിക? 1.8 മിനിറ്റാണ്. മതി. ചിലത് നോക്കിയാൽ പെട്ടെന്ന് കിട്ടും. സെക്കൻഡോട് കൊണ്ട് കിട്ടുന്നതിൻ്റെണ്ടാവും, തിയറീസ് ഉണ്ടാവും. അപ്പുറത്ത് 2, 3, 4, 5 മിനിറ്റ് ഇരിക്കേണ്ട എന്ത് വരും? MCQയിലെ പ്രോബ്ലം വരും. അപ്പോൾ അതുകൊണ്ട് കോമ്പൻസേറ്റ് ആയി പോകും. യെസ്. അപ്പോൾ എ ഈസ് ദ ആൻസർ. ഓക്കെ. രണ്ടാമത്തെ ഏതാണ്? ലേണിംഗ് കർവുമായി ബന്ധപ്പെട്ട. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ദ കൺസെപ്റ്റ് ഓഫ് ലേണിംഗ് കർവ്? ലേണിംഗ് കർവ് ഈസ് എ ലീനിയർ കോസ്റ്റ് ബിഹേവിയർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ലേണിംഗ്. ശരിയാണ്. അത് പ്രശ്നങ്ങളൊന്നുമില്ല, തെറ്റല്ല അല്ലേ? ലേണിംഗ് അഥവാ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ എഫക്റ്റ് ചെയ്യുന്നതാണല്ലോ. അടുത്തൊരു ബി ഏതാ? ലേണിംഗ് കർവ് ഈസ് എ ജഡ്ജ്മെന്റൽ മെത്തേഡ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദ കോസ്റ്റ് വെൻ ലേണിംഗ് ഈസ് പ്രസന്റ്. ജഡ്ജ്മെന്റൽ മെത്തേഡ് ഓഫ് എസ്റ്റിമേറ്റിംഗ്. ജഡ്ജ്മെന്റൽ അല്ലല്ലോ. അല്ല. A learning curve is the percentage by which the average time per unit produces decrease as output doubled. ആവറേജ് ടൈം എന്ത് ചെയ്യും? കുറയും. ക്യാറ്റ് പൂ കുറയും. വെൻ ഏതാണ്? നമ്പർ ഓഫ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഈസ് ഡബിൾ. ദ ആവറേജ് അല്ലെങ്കിൽ ക്യാറ്റ് പൂ ഈസ് ഈക്വൽ ടു ഏതാണ്?
90% ഓഫ് പ്രീവിയസ് ആവറേജ്. പ്രോപ്പർ അടിപൊളി സാധനം ഇതാണില്ല. ഇവർ ചോദിച്ചത് എന്താ വെച്ചാൽ ബെസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് എന്നാണ്. ഓക്കെ, മറ്റത് ചിലപ്പോൾ ആക്ട് ആവാം, പക്ഷെ ഇതാണല്ലോ അതിൻ്റെ മെയിൻ കോർ കൺസെപ്റ്റ്. അടുത്ത് ആക്ച്വൽ ഹവേഴ്സ് വർക്ക്ഡ് കാണാനാണ് പറയുന്നത്. ABC introduced standard cost in the following information pertaining to the direct labor for the product X the month of March 2023. Standard rate per hour വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് റേറ്റ് SR. ആക്ച്വൽ റേറ്റ് എന്ന് വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് അവർ അവരോട് ഫോർ ആക്ച്വൽ സ്റ്റാൻഡേർഡ് അവർ എന്ന് വന്നിട്ടുണ്ട്. സിമ്പിൾ. ലേബർ എഫിഷ്യൻസി വാരിയൻസ് 1000. അപ്പോൾ ലേബർ എഫിഷ്യൻസി വാരിയൻസ് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഏതാ 1 - 3. 1 എന്താ സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. 3 എന്താ ആക്ച്വൽ അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഇവിടെ സ്റ്റാൻഡേർഡ് അവർ നമുക്കറിയാം അല്ലേ. സ്റ്റാൻഡേർഡ് ലേബർ എഫിഷ്യൻസി വാരിയൻസ് 1600 അഡ്വേഴ്സാണ്, മൈനസിടാൻ മറക്കണ്ട. ദെൻ 1600 അഡ്വേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് അവർ എത്രയാ 2000 ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാ 8. എത്ര വരും 2000 ഇൻറ്റു 8 14,000 അല്ലേ. 16,000 മൈനസ് ആക്ച്വൽ അവർ അതാണ് കാണേണ്ടത്. സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയെന്ന് അറിയാം 8 ആണെന്ന് അറിയാം. ഓക്കെ അല്ലേ. 1600. അപ്പോൾ 3ക്ക് ഈക്വൽ ആയിട്ടുള്ള സാധനം അഥവാ ആക്ച്വൽ അവർ ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു പ്ലസ് ചെയ്യേണ്ടി വരും അല്ലേ. 17,600 അല്ലേ. ആക്ച്വൽ അവർ ഈസ് ഈക്വൽ ടു 17,600 ഡിവൈഡ് ബൈ ഇതേ ക്വസ്റ്റ്യൻ ഒരു നമ്മൾ ഇന്ന് ചെയ്താൽ സെയിം സാധനം തോന്നുന്നു. എമൗണ്ട് വ്യത്യാസം എത്ര വരും 2200 സി ആണ് ആൻസർ. കൺഗ്രാജുലേഷൻസ്. അടുത്ത വളരെ ഞൊടിയുടെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും തീർക്കാൻ പറ്റും. ഇക്കണോമിക് വാല്യൂ ആഡഡിൻ്റെ ഇക്വേഷൻ എന്താ അതൊന്ന് ആലോചിച്ചാൽ കിട്ടും. ഏതാ നോ പാറ്റ് മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു ഏതാണ് വാക്ക്. വാക്ക് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലേ. യെസ്. ഇതിനായിട്ട് മാച്ച് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ഏതാ ബിയാ ബി. എന്താ ഡിവിഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ. എന്താ എന്താ സബ്സ്ട്രാക്ട് അഡ്ജസ്റ്റഡ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇല്ലേ. ഈ അഡ്ജസ്റ്റഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈ സാധനമാണ് മക്കളെ ഏത് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു ഏതാണ് വാക്ക്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പെർസെൻറ്റേജ് ആണ്. ആ പെർസെൻറ്റേജിനെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അപ്പുറത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നാ പറയും. റുപ്പീസിലുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏത് നിങ്ങളെ മിനിമം റിട്ടേൺ ഓഫ് റിട്ടയർമെൻറ്റ് എന്ത് ചെയ്യുക ഏതിൽ നിന്ന് ലെസ് ചെയ്യാം ആഫ്റ്റർ ടാക്സ് ഇൻകം. അതല്ലേ ആഫ്റ്റർ ടാക്സ് ഇൻകം അല്ലേ നോ പാറ്റ് അല്ലേ. നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ആൻസർക്ക് നോക്കിയില്ലേ. നിങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചാൽ നമ്മൾ നോക്കണം. ഓക്കെ അല്ലേ. എനിക്ക് ഒരു നിർബന്ധമില്ല. ഞാൻ പറഞ്ഞു ചിലപ്പോൾ ശരിയാവും തെറ്റാം. ഓരോ പെർസ്പെക്റ്റീവ് അല്ലേ. അപ്പം ഞാൻ പറയാണ് ഇതാണ് ശരിയെന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ ഞാൻ എന്ത് ചെയ്യണം അംഗീകരിക്കാത്ത പോലെ. എന്നേക്കാൾ കപ്പാസിറ്റിയുള്ള ആളുകളുണ്ട്. എന്നേക്കാൾ കൂടുതൽ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എന്നെ വിളിച്ചിട്ട് ചിലർ സാർ ഇങ്ങനെ ചെയ്താൽ പോലെ അപ്പോൾ ഇവിടെ ഇവിടെ അതിന് ഞാൻ ചിലത് നോട്ടി അല്ലെങ്കിൽ മാർജിനിലൊക്കെ എങ്ങനെ പോയിട്ട് പറയാം. മറ്റേലൊക്കെ ഫോർമാറ്റ് ഉണ്ട്. മാർജിനിലൊക്കെ നോക്കി ഇങ്ങനെയൊക്കെ പോയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ വേറെ ക്ലാസ് ചെയ്യുമ്പോൾ വേറെ മെത്തേഡായിരിക്കും. ഇന്നലെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ഇല്ലേ ഇത് ലേബറിൻ്റെ ഓവർ ടൈമിൻ്റെ കാൽക്കുലേഷൻ അത് അവർക്ക് വേറൊരു ചാർട്ടൊക്കെ വരച്ചു കൊടുത്തിട്ട്. അപ്പോൾ അതങ്ങനെ ഓരോ പിന്നെ വഴികളിലൊന്നും ചിലപ്പോൾ ഓരോരുത്തരുടെ ചിന്ത. അതുപോലെ ഷിഹാൻ അങ്ങനത്തെ ഒരാളാണ്. കുറേ വെറൈറ്റി സാധനങ്ങൾ ആക്കല്ലേ ഷിഹാനെ ശരിക്കല്ലേ ഇങ്ങനെ ചെയ്താൽ പോലെ. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വളഞ്ഞിരിച്ച് പിടിക്കുന്ന സാധനങ്ങളാവും ചിലപ്പോൾ. അപ്പോഴുണ്ടാവും ഇതിങ്ങനെയും പോലെ അത്രേ ഉള്ളൂ. പക്ഷെ നമ്മളെന്ത് ചെയ്യില്ല എന്ന് വിചാരിച്ച് മൊത്തത്തിൽ എല്ലാവരും ഇത് പറയാൻ നിൽക്കില്ല.
ക്ലാസ്സിൽ നിന്നിട്ട് ഇങ്ങനെ അപ്പോൾ ചിലർക്ക് എന്താ പറയുക അത് മതി ഇത് മതി, ചിലവർ അങ്ങനെയാണല്ലോ കൂടുതൽ കംഫർട്ട് സോണാണ്, ഇന്ന മെത്തേഡ് തന്നെ മതി, എൻ്റെ അപ്പുറത്തേക്ക് വേണ്ട, എനിക്കിങ്ങനെ പറ്റുള്ളൂ. അടുത്ത 5 ഏതാ? എക്സ്പെക്റ്റഡ് വാല്യൂ ഇൻ ഡിസിഷൻ അനാലിസിസ് ഈസ്. ഈ എക്സ്പെക്റ്റഡ് വാല്യൂ പറയും ഇന്നലെ നമ്മൾ കുറേ കണ്ടിരുന്നു. നെറ്റ് പ്രസൻറ്റ് വാല്യൂവിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? പ്രോബിലിറ്റി. അല്ലെങ്കിൽ ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോനെ എന്ത് ചെയ്യാം? പ്രോബിലിറ്റി. അല്ലെങ്കിൽ ക്യാഷിൻ്റെ ഇൻഫ്ലോനെ പ്രോബിലിറ്റി. ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നതാ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒന്നും യൂസ് ചെയ്യണ്ട, വേണം. എക്സ്പെക്റ്റഡ് വാല്യൂ സ്ക്വയർ റൂട്ട് ഓഫ് ഒന്നും വേണ്ടല്ല. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക പറയുമ്പോൾ വാരിയൻസ് റിലേഷൻഷിപ്പ് അല്ലേ? വേണ്ട. ബെസ്റ്റ് പോസിബിൾ ഔട്ട്കം ഓഫ് ഒറിജിനൽ ഡിസിഷൻ. ഏതാ? അരിത്മെറ്റിക്കൽ മീൻ യൂസിങ് പ്രോബിലിറ്റി ആസ് വെയിറ്റ്. കണ്ടാ മൾട്ടിപ്ലൈ ചെയ്യുന്ന പി എന്നുള്ളത് ഏതാണ്? അത് തന്നെയല്ലേ വെയിറ്റ്. ഓക്കെ അല്ലേ? അടുത്ത സ്റ്റേറ്റ്മെന്റ് പെട്ടെന്ന് നോക്കൂ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സെല്ലിംഗ് പ്രൈസ് 100 വന്നിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് എത്ര വന്നിട്ടുണ്ട്? 80. ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് ദി ഇയർ ഇക്കേ നിങ്ങൾ പലരും ശ്രദ്ധിച്ചോ, ഈ സോഫ്റ്റ് കോപ്പിയേക്കാൾ ഇഷ്ടം ഏതാണ്? ഹാർഡ് കോപ്പിയാണ്. അങ്ങനെയുള്ളവരുണ്ടാവും. ലാപ്പിലൊക്കെ നോക്കിയിട്ടൊന്ന് ഞാൻ ഇപ്പോൾ ഈ ഐപാഡ് ഇപ്പോൾ ക്ലാസ് എടുത്ത് അവിടെ കൊണ്ടുവയ്ക്കാം. വേറെ ഒരു സാധനത്തിന് ഞാൻ എന്തില്ല, പിന്നെ ഉപയോഗിക്കില്ല. വീഡിയോ കാണാൻ പോലും ഉപയോഗിക്കില്ല. അതൊരു ഇറിറ്റേഷനാണ്. ബുക്കിൽ നമ്മളിങ്ങനെ എഴുതി വരച്ച് അതൊരു ഫീലിംഗ് അല്ലേ? അങ്ങനെ ഉണ്ടാ? ആ ശരി. എന്തായി ലേറ്റ്? കുഴപ്പമില്ലല്ലോ. നമ്മുടെ കംഫർട്ട് പോലെ വരിക, പഠിക്കാൻ പോവാം. സെല്ലിംഗ് പ്രൈസ് 100 രൂപ, വാരിയബിൾ കോസ്റ്റ് 80 രൂപ. അപ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്ര കിട്ടി? 20. ഫിക്സഡ് കോസ്റ്റ് എത്ര? 3 lakh. ആക്ച്വൽ ക്വാണ്ടിറ്റി സോൾഡ് ഡ്യൂറിംഗ് ദി ഇയർ എത്രയാണ്? 1 lakh boxes ഓഫ് ഗ്ലൂക്കോൺ പി. ദ ബ്രേക്ക് ഈവൻ പോയിന്റ് ആൻഡ് മാർജിൻ ഓഫ് സെയിൽസ്. സിമ്പിൾ അല്ലടാ. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഫിക്സഡ് കോസ്റ്റ് 3 lakh ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 20. എത്ര വരും? 15,000. ഓക്കെ. ഇനി അടുത്ത മാർജിൻ ഓഫ് സേഫ്റ്റി എങ്ങനെ കാണാം? 15,000 യൂണിറ്റ് അല്ലേ? മറ്റത് ആക്ച്വൽ സെയിൽഡ് റുപ്പീസ് അല്ലേ? അപ്പോൾ 15,000 മിനിറ്റ് എത്ര അടിക്കാം? 100 അല്ലേ? ഓക്കെ അല്ലേ? 1,00,000 എത്ര? 50,000. ഓക്കെ ആണോ? അല്ലേ? ആക്ച്വൽ സെയിൽസ് എത്രയാ? ബഡ്ജറ്റഡ് എത്രയാ? ഇത് യൂണിറ്റ് അല്ലേ കിട്ടിയില്ലേ? അപ്പൊ ഏതാ ആൻസർ വരുന്നതിൽ? സി. അടുത്ത പറയട്ടെ. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഈസ് എത്രയാ? 1000 യൂണിറ്റ്. ആൻഡ് ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാ? 800 യൂണിറ്റ്. മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് കാണാനാണ് പറയുന്നത്. കോസ്റ്റ് വാരിയൻസ് കാണാൻ ഡയറക്റ്റ് 1 - ഏതാണ്? 2 അടിച്ചാൽ പോരെ? 1 സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്, 2 ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്ര? സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 1000 യൂണിറ്റ് ആൻഡ് ആക്ച്വൽ ഔട്ട്പുട്ട് 800 യൂണിറ്റ്. ആക്ച്വലി 800 അല്ലേ? ഇൻറ്റു 800 യൂണിറ്റ് അല്ലേ? കിലോഗ്രാമാണ് വേണ്ടല്ലേ? യെസ്, സോറി. സ്റ്റാൻഡേർഡ് പ്രൈസ് തന്നിട്ടുണ്ട് 2 രൂപ. ഓക്കെ. ആക്ച്വൽ പ്രൈസ് എത്രയാണ്? 3 രൂപ. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി പെർ 4 കിലോഗ്രാം വേണം ഒരെണ്ണത്തിന്. ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര? 4000. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് എത്ര വരും? 4000 ഇൻറ്റു എത്രയാണ്? 2. അങ്ങനെ എത്ര വരും? 8000. ദാറ്റ് ഈസ് വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ഇനി ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ് തന്നിട്ടുണ്ട്? 800 യൂണിറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ? യെസ്, ലേറ്റാണ്. ആക്ച്വൽ ക്വാണ്ടിറ്റി അല്ലേ 4000? സോറി ട്ടാ, ആക്ച്വൽ ക്വാണ്ടിറ്റിയാണ് 4000. തെറ്റിപ്പോയി. അത് റോ മെറ്റീരിയൽ തന്നെ. ആക്ച്വൽ ക്വാണ്ടിറ്റി 4000 തന്നിട്ടുണ്ട്. അപ്പോൾ 12,000 കിട്ടി. ഈ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ ആക്ച്വൽ ഔട്ട്പുട്ടാണ്. ആക്ച്വൽ ഔട്ട്പുട്ട് എത്ര? 800 ആണ്. എക്സ്ക്യൂസ് മീ, ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലേ?
800 ഇൻറ്റു എത്രയാ 4 കിലോഗ്രാം. അപ്പോൾ എത്ര വരും? 3200 കിലോഗ്രാം. 3200 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയെന്ന് പറഞ്ഞ് 3 അല്ലേ? അല്ല 2. 3200 ഇൻറ്റു 2 6400. 6400 മൈനസ് 12000 5600 എന്താ നെഗറ്റീവ് വരും അല്ലേ? ഫേവറബിൾ ആണോ അഡ്വൈസ് ആണോ? അഡ്വൈസ്. അപ്പോൾ ആൻസർ ഏതാ? സി ഈസ് ദ ആൻസർ. സ്പീഡാക്കട്ടെ. അടുത്ത വീണ്ടും അതാ സീറോ ബേസിലൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ വായിക്കും? സീറോ ബേസിൽ ആൻസറിൽ വരുന്നതാണ് ഉദ്ദേശം. പറയും മുത്തുമണികളെ. ഡാഷ് ഈസ് ദ ബഡ്ജറ്റ് വിച്ച് ഈസ് ഇൻകോർപ്പറേറ്റഡ് ഓൾ ഫങ്ഷണൽ ബഡ്ജറ്റ്. ഓൾ ഫങ്ഷണൽ ബഡ്ജറ്റ് പറഞ്ഞാൽ എന്താ? സെയിൽസ് ബഡ്ജറ്റ്, പർച്ചേസ് ബഡ്ജറ്റ്, പിന്നെ ഏതാണ് മറ്റേ പർച്ചേസ് ബഡ്ജറ്റ്, ലേബർ ബഡ്ജറ്റ്, ഫാക്ടറി ഓവർ ബഡ്ജറ്റ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബഡ്ജറ്റ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ബഡ്ജറ്റ് ഒക്കെ കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ബഡ്ജറ്റിൻ്റെ പേരാണ് മാസ്റ്റർ ബഡ്ജറ്റ്. അടുത്ത ഷിബാജ് ലിമിറ്റഡ് ഈസ് എ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. എന്തുണ്ട്? 6 റെസിജ്വൽ ഇൻകം കാണാടാ മക്കളെ. സിമ്പിൾ അല്ലേ? ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 4,50,000. അതിൻ്റെ എത്രയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? 14% അല്ലേ? എത്ര വരും? 14%. 4,50,000 14%. പറയൂ ഡിയേഴ്സ്. 63,000. ഇതാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. പക്ഷേ ആക്ച്വലി എത്ര വന്ന്? 1,00,000. അതിൽ കൂടുതൽ വന്ന 37,000 നമ്മുടേത്. ഓക്കെ, റെസിജ്വൽ ഇൻകം കാണാനുള്ള ഇക്വേഷൻ വേണമെങ്കിൽ സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ സെറ്റ് ചെയ്യണം? പറയൂ. ഇപ്പോഴാണ് ഓപ്പറേറ്റിംഗ് ഇൻകം എത്രയാണ്? 1 lakh. അതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യണം? മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു ഏതാണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എംപ്ലോയിഡ് 4,50,000 ഇൻറ്റു എത്രയാ? 14% ഈസ് ഈക്വൽ ടു 63,000. 63,000 ലെസ് ചെയ്താലാണ് ഒരു 37,000 വരെ. ഓക്കെ, ആൻസർ ഡി ആണ്. ആൻസർ ഡി. അടുത്ത നല്ല രസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ദഹിക്കില്ല. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. റെലവൻറ്റ് കോസ്റ്റ് കാണുന്നതാണ്. ശ്രദ്ധിച്ച്. ഓക്കെ, സെറ്റല്ലേ? വായിച്ചാ ചോദ്യം റെലവൻറ്റ് കോസ്റ്റ് കാണാനാണ്. അപ്പോൾ റെലവൻറ്റ് കോസ്റ്റിലെ കോമ്പണൻ്റ് എന്തൊക്കെയാണ്? ആദ്യം മെറ്റീരിയൽ ഉണ്ട് അല്ലേ? മെറ്റീരിയൽ ഡെഫിനറ്റ്ലി റെലവൻറ്റ് കോസ്റ്റ് അല്ലേ? ഡിസിഷൻ മേക്കിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആണ്. മെറ്റീരിയൽ കോസ്റ്റ് ഏതാണ്? റെലവൻ്റ് ആണ്. 6 വാരിയബിൾ എടുക്കുള്ളൂ. ഫിക്സ്ഡ് എന്ത് ചെയ്യും? ഒഴിവാക്കും. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എത്രയാണ്? 15. ഡയറക്റ്റ് ലേബർ 15 ആണ്. പക്ഷെ പ്രശ്നമുണ്ട്. 15ൻ്റെ ക്ലാസ് പറയാം. ഒന്നും ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഡയറക്റ്റ് ലേബർ മാറി തരുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ വേഷം 15 എത്ര പെർസെൻറ്റേജ് ആ 15ൻ്റെ? 2/3 എന്താണ്? ഫിക്സ്ഡ് ആണെങ്കിൽ 1/3. അപ്പോൾ എത്ര വരും? 5. അടുത്തേതാ? പിന്നെ ഫാക്ടറി ഓവർ ഹെഡ് 20 ആണ്. 20ൻ്റെ എത്ര എടുത്താൽ മതി? 60% ഫിക്സ്ഡ്. അപ്പോൾ വാരിയബിൾ എത്ര എടുത്താൽ മതി? 40%. എത്ര വരും? 8. യെസ്. അടുത്ത ഭയങ്കര രസമുള്ളതാണ്.
നിങ്ങളെങ്ങാനും ഈ ബയോഡിഗ്രേഡബിൾ ഡിസ്പോസൽ ഈ സാധനം ഈ ഫാക്ടറി സ്പേസ് ഫ്രീ ആയ ദ ലേബർ യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് ബയോഡിഗ്രേഡബിൾ ഡിസ്പോസൽ കണ്ടെയ്നർ ക്യാൻ ബി യൂസ്ഡ് ടു മാനുഫാക്ചർ അനദർ പ്രൊഡക്റ്റ് ഹാവിങ് എ സെല്ലിംഗ് പ്രൈസ്. അത് ഇതിന് നിങ്ങൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് 40 രൂപ സെല്ലിംഗ് പ്രൈസും അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റും ഒക്കെ എത്രയാവും, 10 ഒക്കെ ആവും. അപ്പോൾ അതിന് ലേബറും വേണ്ടി വരൂടാ. അപ്പോൾ അടുത്തേതാണ് ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ഇവിടെ ഉണ്ട്, അതും കൂടെ എന്ത് ചെയ്യണം, ഓപ്പർച്യൂണിറ്റി കോസ്റ്റും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എങ്ങനെ കാണാം, നിങ്ങൾ സെല്ലിംഗ് പ്രൈസ് എത്ര രൂപയാണ്, 40 വിൽക്കുക. നിങ്ങൾക്ക് അതുണ്ടാക്കാൻ വേണ്ടി വരുന്ന മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ്, 10 അല്ലേ, ഡയറക്റ്റ് മെറ്റീരിയൽ 10. ഇനി ലേബർ എത്രയാണ്, ഒന്ന് കോമൺ സെൻസ് അപ്ലൈ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചാൽ കിട്ടും. ലേബർ യൂസ്ഡ് ഫോർ മാനുഫാക്ചറിംഗ് ബൈ ഡിസ്പോസൽ ക്യാൻ ബി യൂസ്ഡ് ടു മാനുഫാക്ചർ അനദർ പ്രൊഡക്റ്റ്. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിൻ്റെ അതേ ലേബർ കൊണ്ട് തന്നെ വേറെ ഒന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എത്ര ആവും, 5 ആവും. വെരി ഡിസ് ഓക്കെ അല്ലേ. ഇപ്പത്തേന് 5 ആണ്, അത് വെച്ച് വേറെ ഒന്ന് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇത് 5 ആണ് വരുന്നത്. അപ്പോൾ അവിടെ എത്ര തന്നെ വരും, 5 എന്ന് വരുമെന്ന് നോക്കാം. 40 മൈനസ് എത്രയാണ്, 25 വരും. 25 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ 8 + 5 + 6 ടോട്ടൽ എത്ര വരും, 44 ആണ് റെലവൻറ്റ് കോസ്റ്റ് വരാം. ബി ആയിരിക്കും ആൻസർ. ബി. ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ, കിട്ടിയില്ല? അപ്പോൾ അവിടെ പോയി പറഞ്ഞില്ല, നിങ്ങളെന്ത് ലേറ്റ്, അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. എവിടെ പഠിച്ചിരുന്നു? സുഹേൽ സാർ ലോ പാസ്യോളില്ല, ഇവിടുത്തെ പാസ്യോൾ. സുഹേൽ സാറല്ലേ കോട്ടയം? നിങ്ങളറിയില്ലേ? കോട്ടയം ഇവിടെ വരാറില്ലല്ലേ? കാൽക്കുലേഷനൊക്കെ ചെയ്ത് വെച്ചില്ലേ? ബി എവിടെ ഇരുന്നാണ്. അടുത്തത് ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് റെലവൻറ്റ് കോസ്റ്റ് ഇഫ് ഇറ്റ് ഈസ്. ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞു. ഡിസ്ക്രിഷണറി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഓർക്കുന്നുണ്ടോ? ഒരു എക്സാമ്പിൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളത് മറന്നിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡിസിഷൻ എടുത്തിട്ട് ആ കോസ്റ്റ് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. വിച്ച് മീൻസ് ഡിസ്ക്രിഷണറി കോസ്റ്റ് പറയുമ്പോൾ IAM വേണമെങ്കിൽ തീരുമാനിക്കാം എന്ത് വേണ്ട, അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് വേണ്ട, ഒഴിവാക്കിക്കൂടെ? എന്നാലും ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നോട്ട് പോലെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് തീരെ വേണ്ട എന്നല്ല ഉദ്ദേശിക്കുന്നത്. ആ അഡ്വർടൈസ്മെൻറ്റ് ഒഴിവാക്കിയാൽ നമുക്ക് മുന്നോട്ട് പോകാമെന്ന, അതോ അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ നഷ്ടമാണോ എന്നുള്ളതൊന്നല്ല ഡിസ്കഷൻ. മാനേജ്മെൻറ്റ് തീരുമാനം എടുത്ത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അതേതാണ്, ഡിസ്ക്രിഷണറി കോസ്റ്റാണ്. ഓക്കെ, അതുകൊണ്ട് അതെന്താവാം, മേ ബി ഒരു റെലവൻറ്റ് കോസ്റ്റ് ആവാം. സങ്ക് കോസ്റ്റ് എന്താ, ഒക്കെ ഒന്ന് നോട്ട് ചെയ്താൽ ഓൾറെഡി ഇൻകേർഡ് ആണ്, എഴുതാം. ഓൾറെഡി ഇൻകേർഡ് ആണ് ഇത് സങ്ക് കോസ്റ്റ്. ഇതൊരിക്കലും ഉണ്ടാവില്ല, എടാ ഓൾറെഡി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു, ഇനി നിങ്ങൾ വല്ല ഡിസിഷൻ മേക്ക് ചെയ്തിട്ട് തിരിച്ചു പോയി സ്പെൻഡ് ചെയ്ത് ആളിന് തിരിച്ചു പിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് ഓൾവേസ് ഏതാണ്, ഇർറെലവൻ്റ് ആണ്. ഇർറെലവൻറ്റ് സങ്ക് കോസ്റ്റ് ഏതാണ്, ഓൾവേസ് ഇർറെലവൻറ്റ്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ മാത്രം കിട്ടിയാൽ മതിയാണ്, പോരല്ലോ. എന്താണെന്നും കൂടെ വേണ്ടേ? ഇതിന്നൊക്കെ എടുത്തിട്ടോ ചിലപ്പോൾ വേറെ ടൈപ്പ് സാധനം മേടിക്കുക. സങ്ക് എന്താണെന്ന് മനസ്സിലാക്കാമല്ലോ. അടുത്തതാ അൺഅവോയ്ഡബിൾ. പേര് തന്നെ അങ്ങനെ ഉണ്ടല്ലോ, എന്ത് ചെയ്യാൻ പറ്റില്ല, cannot be. അതിൻ്റെ മീനിങ് വേണമെങ്കിൽ ഒന്നുകൂടെ ഇത് cannot be അവോയ്ഡബിൾ. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ എന്ത് ഡിസിഷൻ എടുത്താലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതാക്കാം. ഫോർ എക്സാമ്പിൾ റെൻറ്റ് പേയ്മെൻറ്റ് നടത്തണം, നമ്മൾ ഡിസിഷൻ എടുക്കാൻ തീരുമാനിച്ചു, റെൻറ്റ് കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ആര് ഡിസിഷൻ എടുക്കും, ബിൽഡിംഗ് ഓണർ. നിങ്ങൾ പൊക്കോ. അടുത്തതാണ് പീരിയോഡിക് ആയിട്ടുള്ള സാധനമാണ്. ഏതാണ്, റിലേറ്റഡ് ടു ടൈം. നോട്ട് ചെയ്യുക, റിലേറ്റഡ് ടു ടൈം, നോട്ട് ഡിസിഷൻ ബേസ്ഡ്. Related to time, not decision based. This is also irrelevant. Discretionary നമ്മൾ പറഞ്ഞല്ലോ, എക്സാമ്പിൾ ഏതാണ്, അഡ്വർടൈസ്മെൻറ്റ് ക്യാൻ ബി എന്ത് ചെയ്യാൻ പറ്റും,
അവോയ്ഡ്. ഓക്കെ അല്ലേ? അത് ഇത്രേ ഉള്ളൂ. ഞാനൊരു തീരുമാനം എടുക്കാൻ പോവാം. എൻ്റെ തീരുമാനം എടുത്താൽ എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിനെ ഞാൻ എന്തെന്ന് പറയും? റെലവൻ്റ് എന്ന് പറയും. ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ എന്ത് പറയും? ഇറെലവൻ്റ്. സംഘോ അൺഅവോയ്ഡബിളോ പീരിയോഡിക്കോ ഞാൻ തീരുമാനം എടുത്താലും എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ദീസ് 3 ആർ ഏതാ? ഇറെലവൻ്റ്. അപ്പോൾ ഡിസ്ക്രിഷണറി ആണ് എൻ്റെ ആൻസർ. അടുത്തേതാ? നോർത്ത് കാപ്ലാൻ. ഇയാളാണ് മറ്റേ സാധനം ഉണ്ടാക്കിയുള്ളത്. ഏത്? ബാലൻസ്ഡ് സ്കോർ കാർഡ്. ഓക്കെ അല്ലേ? അയാൾ പറഞ്ഞ എന്താണ്? ഇത് ഏത് ടൂളാണ്? സ്ട്രാറ്റജിക് സിസ്റ്റമാണ്. ഏതാണ് ആൻസർ? സി ആണ് ആൻസർ. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമുക്ക് എന്ത് പറയാം? ഒരു കൺട്രോൾ സിസ്റ്റം എന്ന് പറയും. ഓക്കെ അല്ലേ? പിന്നെ ബാലൻസ്ഡ് സ്കോർ ഡയഗ്നോസ്റ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി സംഭവിച്ചതിനെ എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ സ്കാൻ ചെയ്യുകയൊക്കെ ഡയഗ്നോസ് ചെയ്യാനല്ലേ? അത് ഓൾറെഡി വന്നതിന് ശേഷമുള്ളതല്ലേ? ബാലൻസ്ഡ് സ്കോർ കാർഡ് അങ്ങനെ അല്ലല്ലോ. ഓൾറെഡി എന്ത് ചെയ്യണം? മുൻകൂട്ടി പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യുന്ന സാധനമാണ്. സോ പ്ലാനിങ് എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്ക് ഏതിലേക്ക് കണക്ട് ചെയ്യണം? സ്ട്രാറ്റജിയിലേക്ക് എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്. ജസ്റ്റ് ഒന്ന് വായിക്കും. ന്യൂ ബ്രേക്ക് ഈവൻ പോയിന്റ് കേട്ടോ. ഓൾറെഡി ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് തന്നിട്ടുണ്ട്. എത്രയാ? 266,666.67. 2,66,660. സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 100. വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 70. അപ്പോൾ കോൺട്രിബ്യൂഷൻ എത്ര കിട്ടും? 30. PV റേഷ്യോ 30% അല്ലേ? ഓക്കെ. പിന്നെ എന്താ ഉണ്ടാവുന്നു? വേരിയബിൾ കോസ്റ്റ് 70. ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ്? 80,000. ചോദ്യം എന്ത് ചെയ്യുന്നു? സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് റിഡ്യൂസ്ഡ് ബൈ 10%. പുതിയ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 100-ൽ നിന്നും 10% പോയി എത്ര വരും? 90 വരും. സെറ്റ്. അപ്പോൾ ന്യൂ വാരിയബിൾ കോസ്റ്റ് എത്ര വരും? 90 മൈനസ് എത്രയാ? 70. ഓക്കെ അല്ലേ? 30 ഉള്ളത് 10 കുറയും. എത്രയാവും? 20. അപ്പോൾ PV റേഷ്യോ എത്ര വരും? ന്യൂ PV റേഷ്യോ 20 ഡിവൈഡഡ് ബൈ 90 × 100 എത്ര വരും? 22.22%. ഫിക്സ്ഡ് കോസ്റ്റിൽ മാറ്റങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ലല്ലോ. അപ്പം ന്യൂ ഏതാണ്? ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ന്യൂ ഏതാണ്? PV റേഷ്യോ 80,000 ഡിവൈഡഡ് ബൈ 22.22%. ഏതാ വരിക? 3,60,000. ഇതല്ലേ? ഡി ആണ് ആൻസർ. എന്തേ പ്രശ്നം എന്താ? കേട്ടില്ല? പറയും. എങ്ങനെ ചെയ്യാം? ഞാൻ പറഞ്ഞല്ലോ നമുക്ക്. അപ്പം അങ്ങനെ വരുന്നത് നിങ്ങൾ ഈ സാധനം തന്നെ ചെയ്യുമ്പോൾ ഇനി അടുത്ത തവണ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെയാണ്. ഇതിന് നമുക്കൊരു പാറ്റേൺ ഇങ്ങനെ എപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റുമോ? അപ്പം തോന്നുന്ന പോലെ ഇങ്ങനെ എഴുതി നോക്കിയാൽ വരുന്ന സാധനം അതായിരിക്കണം. എന്ത്? മാർജിനിൽ പ്രത്യേകിച്ച് മാനേജ്മെൻ്റൊക്കെ ഏറെക്കുറെ ടോപ്പിക്. എല്ലാ ടോപ്പിക്കും നിങ്ങൾ അതുപോലെ തന്നെ ഇങ്ങനെ വഴികൾ വരുന്ന ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് സാധനമാണോ ചോദിച്ചാൽ അല്ലാതെ. ഈ നില വന്നില്ലേ? അല്ലല്ല, അയ്യോ ഒന്നുമില്ല. അപ്പുറത്തെ ഫ്രണ്ട് ഇരിക്കുന്നു. ആരോട് വെച്ചിട്ട് പോയി ചിരിക്കുക? എനിക്കൊന്നും കേൾക്കില്ല കേട്ടോ. ഇന്നും കേൾക്കാണ്. അടുത്ത ഓക്കെ. എടാ നിങ്ങൾ കേക്കുണ്ടെന്ന് അറിഞ്ഞ് വന്നതാടാ, അല്ലല്ലോ? ഓക്കെ, യെസ്. അടുത്ത ട്രാൻസ്ഫർ പ്രൈസിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചെയ്ത് നോക്കും. സ്പീഡാക്കട്ടെ. ആഗ്ര പ്ലാസ്റ്റിക് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ പാക്കേജ് ഡിസിഷൻ. ഫിക്സഡ് അസറ്റ് എത്ര വരുന്നുണ്ട്? 10 ലക്ഷം. കറണ്ട് അസറ്റ് എത്ര? 10 ലക്ഷം. അപ്പോൾ ടോട്ടൽ അസറ്റ് എത്ര വരും?
20 ലക്ഷം. ആനുവൽ ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് പാക്കേജിങ് ഡിവിഷൻ എത്ര വരുന്നുണ്ട്? 16 ലക്ഷം. വാരിയബിൾ കോസ്റ്റ് എത്ര വരുന്നുണ്ട്? 10. ട്രാൻസ്ഫർ പ്രൈസിൽ എന്തായാലും ഏത് മെത്തേഡ് നോക്കണ്ടേ? വാരിയബിൾ കോസ്റ്റ് 10. അടുത്ത് പറഞ്ഞതാ ഇഫ് ദ ബഡ്ജറ്റഡ് വോളിയം എത്രയാണ്? 8 ലാക്ക്. അപ്പോൾ ഞാൻ പറയട്ടെ, ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര വരാം? 16 ലക്ഷം ഡിവൈഡ് ബൈ 8 ലക്ഷം എത്ര വരും? 2 വരും അല്ലേ? ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് 2 വരും. പിന്നെ അടുത്ത് റിട്ടേൺ ഓൺ ഏതാണ്? ഇൻവെസ്റ്റ്മെൻറ്റ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എത്ര പ്രതീക്ഷിക്കുന്നു? ഇവർ ഏതാ മെത്തേഡ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ കോമൺ സെൻസ് അപ്ലൈ ചെയ്യാം നമുക്ക്. ട്രാൻസ്ഫർ പ്രൈസിൽ ഇവർക്ക് വാരിയബിൾ കോസ്റ്റ് ഉണ്ട്, ഓക്കെ, പ്ലസ് ഏത് വേണം? ഫിക്സഡ് കോസ്റ്റ് വേണം, പ്ലസ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു എക്സ്പെക്റ്റഡ് റിട്ടേണും കൂടെ ഉണ്ട്, ഓക്കെ അല്ലേ? ഇന്ന മെത്തേഡ് ഒന്നും പറഞ്ഞില്ല. നമുക്ക് കോമൺ സെൻസ് നിങ്ങൾ എന്താ വാരിയബിൾ കോസ്റ്റ് മാത്രമായിട്ട് ചെയ്യുമോ? ഇത്രയും ഇൻഫർമേഷൻ തന്നപ്പോൾ എന്തിനുള്ളതാണെന്നല്ലേ? യെസ്. അപ്പോൾ വാരിയബിൾ കോസ്റ്റ് എത്ര വരും? ഈ ഈ ഈ ഈ 10. ഫിക്സ്ഡ് കോസ്റ്റ് എത്ര? 2. എക്സ്പെക്റ്റഡ് റിട്ടേൺ എത്ര വരിക? അതിനാണ് മുകളിൽ എന്ത് ചെയ്യുന്നത്? ഫിക്സഡ് അസറ്റും ഒക്കെ തന്നിട്ടുള്ളത്. 20 ലക്ഷമല്ലേ ടോട്ടലുള്ളത്? 20 ലക്ഷത്തിൻ്റെ 18% നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എത്രയാണത്? 20 ലക്ഷത്തിൻ്റെ 18%. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് ഒരു യൂണിറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എത്ര ആയിരിക്കണം? 8 ലക്ഷം ഡിവൈഡഡ് ബൈ 8. അപ്പോൾ എത്ര വരും? 0.40 ആണോ? 45. അപ്പോൾ 10 + 2 + 0.45 എത്രയാണ്? 12.45. ഓക്കെ, ഈ കാൽക്കുലേഷൻ ഒക്കെ അല്ലേ? 20 ലക്ഷം ഇൻറ്റു എത്രയാണ്? 18%. അത് ആ എമൗണ്ട് മൊത്തമായിട്ട് നമുക്ക് എത്ര യൂണിറ്റിൽ നിന്ന് റിക്കവർ ചെയ്യണം? 8 ലാക്ക്. അപ്പോൾ ഒരു യൂണിറ്റിന് ട്രാൻസ്ഫർ പ്രൈസ് ആണുള്ളത് 14.45. കഴിയാൻ പോതാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ അല്ലേ? വൈകി അയ്യയ്യ, ഇത് ഇന്നലെ റിപ്പീറ്റ് ചെയ്താണ്. മാർജിനൽ കോസ്റ്റിംഗ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് ദ ഫോളോവിങ് ബേസിസ്. മാർജിനൽ കോസ്റ്റിംഗിലെ ഓപ്പണിംഗ് സ്റ്റോക്ക് വാരിയബിൾ കോസ്റ്റിൽ, ക്ലോസിംഗ് സ്റ്റോക്ക് ടോട്ടൽ കോസ്റ്റ്. എന്ത് പരിപാടി ആണോ? ഓപ്പണിംഗ് സ്റ്റോക്ക് ടോട്ടൽ പറയരുത്, വാരിയബിൾ മാത്രമേ എടുക്കുള്ളൂ. ബോത്ത് ഓപ്പണിംഗ് ക്ലോസിങ്ങും വാരിയബിൾ കോസ്റ്റ്, ഓക്കെ അല്ലേ? അത് നടക്കും. ബോത്ത് ഓപ്പണിംഗ് ക്ലോസിംഗ് ഈസ് വാല്യൂഡ് അറ്റ് ടോട്ടൽ കോസ്റ്റ്. മാർജിനിലല്ലേ ഇപ്പം ചോദിച്ചുള്ളത് അല്ലേ? അപ്പോൾ ഏതാണ് ആൻസർ? സി ആണ്. മാർജിനിൽ ഏതെടുക്കുള്ളൂ? വാരിയബിൾ മാത്രമേ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ എടുക്കുള്ളൂ. എന്നാൽ അബ്സോർപ്ഷനിൽ ബോത്ത് ഏതെടുക്കും? വാരിയബിൾ എടുക്കും, ഫിക്സഡ് എടുക്കും. ഓക്കെ, പറയാം. ആദ്യം പറയുന്നത് സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. ഉണ്ടാവും, നിങ്ങൾ റെഫർ ചെയ്യുക. തിയറി നമ്മൾ പറയുന്നല്ലോ. അടുത്ത ഏതാ പറയുന്നത്? ABC ആണ്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. വായിക്കല്ലേ? വായിക്കും. ഫോളോയിങ് ആർ ദ ഡാറ്റ ഓഫ് 3 പ്രൊഡക്റ്റ്. ഏതൊക്കെ പ്രൊഡക്റ്റ്? കേക്ക്, പിസ്സ, സോഫ്റ്റ് ഡ്രിങ്ക്സ്. അതിൻ്റെ റവന്യൂ വന്നിട്ടുണ്ട്, വിച്ച് മീൻസ് സെയിൽസ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വന്നിട്ടുണ്ട്. സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്താൽ എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് ബോട്ടിൽ റിട്ടേൺ ആണ്. അത് ഏതിന് മാത്രമുള്ളതാണ്? സോഫ്റ്റ് ഡ്രിങ്ക് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? റിട്ടേൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബോട്ടിൽ റിട്ടേൺ ചെയ്തതിൻ്റെ കോസ്റ്റ്. അടുത്ത നമ്പർ ഓഫ് പ്രൊഡക്ഷൻ ഓർഡർ ഉണ്ട് അല്ലേ? 360, 480, 360. ടോട്ടൽ ചെയ്ത് നോക്കുക എത്ര വരും? പ്ലീസ് ടോട്ടൽ ഇറ്റ്. 1560. ഓക്കെ, അടുത്തതാ നമ്പർ ഓഫ് ഡെലിവറീസ്. ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കുക. 3150. ഓക്കെ, സെറ്റ്. അടുത്ത ഹവേഴ്സ് ഓഫ് ഷെൽഫ് സ്റ്റോക്കിംഗ് 8640. മക്കൾ ഇതൊക്കെ എന്താണ്? കോസ്റ്റ് ഡ്രൈവർ ക്വാണ്ടിറ്റികളാണ് സ്റ്റെപ്പ് 1. അടുത്തേതാ? ഐറ്റം സോൾഡ്. നമ്പർ ഓഫ് യൂണിറ്റ് സോൾഡ് 15,30,000. ഇതൊക്കെ ആവശ്യമുണ്ടോ എന്ന് നമുക്കറിയില്ല. ലെറ്റ്സ് സീ. ഇനി ഉണ്ടാ? ഇനി അപ്പുറത്തേതാ? അവിടെ താഴത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആക്ടിവിറ്റികൾ ഏതൊക്കെയാണ്? ആക്ടിവിറ്റി ബോട്ടിൽ റിട്ടേൺ. ഒരു സംശയമില്ല, ഇത് ആർക്ക് മാത്രമുള്ളതാ? ഇതൊക്കെ അപ്പുറത്ത് കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട. പക്ഷെ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് മാച്ച് ചെയ്യാമല്ലോ. 1560, 3150, 8640, 1,30,030. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്, ഇത് ഞാൻ ചെയ്യണ്ട, പക്ഷെ എന്നാലും ചെയ്യും. കാൽക്കുലേറ്റ് ടോട്ടൽ കോസ്റ്റ് കാണണം, പിന്നെ എന്തും കാണണം, ഓപ്പറേറ്റിംഗ് ഇൻകം കാണണം. യൂസിങ് ഏതാണ്, ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻ. നമുക്കൊരു പണിയാണ്, ഓൾറെഡി ആൻസർ സെറ്റ് ചെയ്ത് വെച്ചതിലേക്ക് ജസ്റ്റ് ജമ്പ് ചെയ്യാം. യെസ്, ഈ ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ട് പറയണം. ഇതാരുടെ എന്നിട്ടാ, നമ്മളെന്ത് പറയും, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വൈകിട്ടെ ഇത് ക്യാമ്പിന് ഇതെന്ത് ചെയ്തു, ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് അപ്പം തന്നെ പ്രീവിയസ് ഇയറൊക്കെ എന്ത് ചെയ്തു ഓൾറെഡി ചെയ്ത സ്ഥിതിക്ക് ഇതിനോട് വരണ്ടല്ലോ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എ ഏതാണ്, സ്റ്റേറ്റ്മെന്റ് ഷോവിങ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് ഇൻകം. മക്കളെ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്ത് കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും, അത്ര തന്നെ. ക്ലിയർ. ഇനി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ് നമ്മൾ എന്തായിട്ട് ചെയ്യേണ്ടത്, വർക്കിംഗ് നോട്ടായിട്ട് എന്ത് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എങ്ങനെ ആ കോസ്റ്റ് കണ്ടെത്താൻ പറ്റും? ഓക്കെ അല്ലേ? അതുകൊണ്ട് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 5,10,000, പിന്നെ 14,70,000, 2,70,000. ഇതെങ്ങനെ കണ്ടു എന്നുള്ളതാണ്. ഇതാ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ഡ്രൈവർ റേറ്റ്. ഏതൊക്കെ കോളംസ് ഉള്ളത്, ആക്ടിവിറ്റി, കോസ്റ്റ് പൂൾ, കോസ്റ്റ് ഡ്രൈവർ ക്വാണ്ടിറ്റി ആൻഡ് ഏതാണ്, കോസ്റ്റ് ഡ്രൈവർ റേറ്റ്. അറിയാലോ. ബോട്ടിൽ റിട്ടേൺ നിങ്ങൾക്ക് അറിയാം, ഇത് എങ്ങോട്ടും പോകണ്ട, കാരണം ഇത് ആർക്ക് മാത്രമുള്ളതാ, ബോട്ട് ഏതിന്, സോഫ്റ്റ് ഡ്രിങ്കിന് മാത്രമുള്ള. അപ്പോൾ അത് പ്രശ്നമല്ല. ഓർഡറിങ് അല്ലേ, നോക്കി ക്വസ്റ്റ്യൻ നോക്കണ്ട. ഡെലിവറി കറക്റ്റ് അല്ലേ, ഷെൽഫ് സ്റ്റോക്കിംഗ്, പിന്നെ ഏതാണ്, കസ്റ്റമർ സപ്പോർട്ട്. ഇതൊക്കെയാണ് നമ്മുടെ ആക്ടിവിറ്റീസ്. പിന്നെ അതിൻ്റെ ടോട്ടൽ കോസ്റ്റാണ് പൂളായിട്ട് വരാം അല്ലേ, 3,90,000, 6,00,000. ക്ലിയർ അല്ലേ? ഇനി അതിൻ്റെ ബേസും ക്വസ്റ്റ്യനിൽ കറക്റ്റ് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു, കാണണമെന്നില്ല, ഓൾറെഡി തന്നിട്ടുണ്ട്. അതുകൊണ്ട് കോസ്റ്റ് ഡ്രൈവർ റേറ്റ് എങ്ങനെ കിട്ടുക, കോസ്റ്റ് പൂള് ഡിവൈഡഡ് ബൈ ഏതാണ്, കോസ്റ്റ് ഡ്രൈവർ ക്വാണ്ടിറ്റി. തെറ്റണ്ട. ഇനി നമ്മൾ അപ്പോർഷൻ ഓഫ് ഓവർ ഹെഡാണ്. ഇത് നമുക്കറിയാം 3 ടൈപ്പ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്, കേക്ക്, പിസ്സ, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്. ഇതിലേക്ക് ഇത് എന്ത് ചെയ്യണം, അപ്പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നു, ആക്ടിവിറ്റി, കോസ്റ്റ് ഡ്രൈവർ റേറ്റ്. കോസ്റ്റ് ഡ്രൈവർ റേറ്റ് നമ്മൾ എവിടെ കണ്ടെത്തിയതാ, സ്റ്റെപ്പ് 1 കണ്ടെത്തിയതാ. എന്നിട്ട് ഓരോന്നിൻ്റെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ കേക്കിൻ്റെ നമുക്ക് ബോട്ടിലിൻ്റെ നേരെ എവിടേക്ക് ചാർജ് ചെയ്യാം, സോഫ്റ്റ് ഡ്രിങ്ക് അല്ലേ. അടുത്തേതാണ് ഓർഡറിങ്, 250 അല്ലേ ഒരു ഓർഡറിൻ്റെ പൈസ. എത്ര ഓർഡർ ഉണ്ട് കേക്കിന്, നോക്കി വായിക്കുക അവിടെ പോയിട്ട്. എത്ര ഓർഡർ ഉണ്ട് കേക്കിന്, 360 അല്ലേ. അപ്പം 360 ഇൻറ്റു എത്ര അടിക്കണം, 250. അപ്പം എത്ര വരും, 90,000. പിസ്സക്ക് എത്ര ഓർഡർ ഉണ്ട്, 840. ഒരു ഓർഡറിന് 250. 850 ഇൻറ്റു 250 എത്ര, 2,10,000. ഓക്കെ ആണോ? ഇനി വേണമെങ്കിൽ സോഫ്റ്റ് ഷെൽഫ് സ്റ്റോക്കിംഗ് ആണ്, എത്രയാണ്, 50 ഈ 50 പറഞ്ഞ പെർ ഹവർ ആയിരിക്കും അല്ലേ. എത്ര മണിക്കൂറാണ് ഷെൽഫിൽ സ്റ്റോക്ക് ചെയ്ത് കേക്ക്, ഓക്കെ അല്ലേ. എത്ര മണിക്കൂറാണ് സ്റ്റോക്ക് ചെയ്ത്, 2,700 അല്ലേ. അപ്പോൾ 2,700 ഇൻറ്റു 50 എത്ര വരും, 1,35,000. സിമ്പിൾ. അങ്ങനെ അതുപോലെ ചെയ്യുമല്ലോ അല്ലേ. ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന കേക്കിൻ്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്നോ അല്ലെങ്കിൽ ഓവർ ഹെഡ് എന്നൊക്കെ വിളിക്കാം. അത് കണ്ടില്ലേ, ഇതന്നെയല്ലേ കണ്ടെത്തി. ഈ സാധനം നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് എന്ത് ചെയ്തു, ലെസ് ചെയ്തു. നമുക്കറിയാം ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്താൽ എന്ത് കിട്ടും, ഓപ്പറേറ്റിംഗ് ഇൻകം കിട്ടും. ഓക്കെ അല്ലേ. ഇനി ടോട്ടൽ കോസ്റ്റ് എത്രയെന്ന് അവർ ചോദിച്ചത് കൊണ്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ടോട്ടൽ കോസ്റ്റിൽ ഏതൊക്കെ വരും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും വരും, CGSും വരും, പിന്നെ എന്തും വരും, CGS പ്ലസ് ഏത് വരും, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഒന്ന് കൂട്ടി നോക്ക്. ഇതാ 22,50,000 പ്ലസ് എത്രയാ, 5,10,000. എത്ര വരും,
27,60,000. അത് എന്തിനാ അങ്ങനെ എഴുതാൻ കാരണം? അല്ല, എത്തിയിട്ടുള്ള എന്ത് എഴുതാൻ കാരണം? ക്വസ്റ്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ് ക്വസ്റ്റിൽ ആവശ്യപ്പെട്ടു. ഒന്ന് ഏതാ? ടോട്ടൽ കോസ്റ്റ്. രണ്ടാമത് ഏതാ? ഓപ്പറേറ്റിംഗ് ഇൻകം. ആൻസർ കീഴിൽ ആൻസർ പെട്ടെന്ന് മാച്ച് ചെയ്തു ബാക്കിലുണ്ടല്ലോ. ഈ രണ്ടെണ്ണം മാത്രമേ വേണ്ടുള്ളൂ. ഈ രണ്ടും ഓക്കെ. ദാറ്റ്സ് ഓൾ. ഓക്കെടാ, സെറ്റ്. 3 ചെയ്യാൻ പോകും. 3 വായിക്കല്ലേ? ഒരു ടൈൽ കമ്പനിയാണ്. അവർ 4 ടൈപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ടൈൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ബോർഡ് ഓഫ് ടൈൽ കൺസിഡർ ദ പ്രപ്പോസൽ. ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ബോർഡ് ഓഫ് ഡയറക്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യണം. അവരെ ബോർഡ് ഓഫ് ഡയറക്ടർ എന്താണ്? ആശങ്കയിലാണ്. എന്താണ് അവരുടെ ആശങ്ക? 2,50,000 ഒരു പ്രൊമോഷൻ, പ്രൊഡക്റ്റ് പ്രൊമോഷൻ ക്യാമ്പയിൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. 2,50,000. ചോദ്യം എന്താണ്? അങ്ങനെ ഒരു ക്യാമ്പയിൻ ചെയ്യണോ വേണ്ടേ? ഇതാണ് ചോദ്യം. ഓക്കെ അല്ലേ? ഇനി ദ ബിസിനസ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൈൽസ് ലിമിറ്റഡ് പ്രൊവൈഡ്സ് യു ദ ഫോളോയിങ് 2 ആൾട്ടർനേറ്റീവ് സെയിൽസ് ബഡ്ജറ്റ് ഫോർ ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഇതിന്റെ പേരൊക്കെ ഈ ഉത്തരേന്ത്യക്കാരെ. അപ്പൊ നമുക്ക് തീരെ പാടങ്ങൂല ചിലതൊക്കെ. അല്ല, നിങ്ങൾക്ക് ഉണ്ടോന്ന് എനിക്ക് അറിയില്ലല്ലോ. ഉണ്ടോ? ഓക്കെ. നിങ്ങളൊരു അന്നെ കുഴപ്പമുണ്ടോ? അന്ന അവിടെ ഇരുന്നല്ലോ ഉത്തരേന്ത്യയിൽ. ഇല്ലാന്ന് പറഞ്ഞു. അടുത്ത് താഴത്ത് ഒരു ടേബിൾ വന്നിട്ടുണ്ട്. ഇതെന്താ അറിയോ? വിത്തൗട്ട് പ്രൊഡക്ഷൻ പ്രൊമോഷൻ ക്യാമ്പയിൻ്റെ ഡീറ്റെയിൽസ് ആണ്. എത്ര A1 എന്നുള്ള ടൈല് വിൽക്കാൻ പറ്റും? 2,00,000 യൂണിറ്റ് ആട്ടാ. എത്ര നിയോൺ വിൽക്കാൻ പറ്റും? 3,50,000. റെസ്പോണ്ട് ചെയ്യടേ. സിയോൺ എത്ര വിൽക്കാൻ പറ്റും? 3,20,000. PP എത്രയാ? 1,90,000. സെറ്റ്. അപ്പോൾ നിങ്ങളെങ്ങാനും ഇഫ് യു സ്പെൻഡ്, എത്ര രൂപ സ്പെൻഡ് ചെയ്തെന്ന് വിചാരിക്കാം? 2,50,000 ആസ് അഡ്വർടൈസ്മെന്റ്. അങ്ങനെയല്ല, പ്രൊഡക്ഷൻ പ്രൊമോഷൻ ക്യാമ്പയിൻ പറയുമ്പോൾ അഡ്വർടൈസ്മെന്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ വിത്ത് പ്രൊഡക്ഷൻ നിങ്ങൾ A1 നോർമലി 2,00,000. നിങ്ങൾ അഡ്വർടൈസ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ പ്രൊമോഷൻ ക്യാമ്പയിൻ ചെയ്താൽ 2,40,000 എന്ത് ചെയ്യും? കൂടും. അടുത്തത് ഇവിടെ 3,50,000 ഉള്ളത് എത്രയും? 3,80,000 ആവും. 3,20,000 ഉള്ളത് അല്ലേ? കൂടുന്നുണ്ടല്ലോ എല്ലാം. ഓക്കെ. അപ്പൊ നിങ്ങൾ ഹാപ്പി അല്ലേ? ചെയ്യും. നോക്കണം എങ്ങനെ ചെയ്യാൻ പോവുക. ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യും? ഒരു കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന ആൻസറായി എന്ത് ചെയ്താൽ മതി? എല്ലാത്തിൻ്റെയും കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ചെയ്യാം. ഓക്കെ അല്ലേ? എന്നിട്ട് വിത്തൗട്ട് പ്രൊമോഷൻ ആണെങ്കിൽ എന്ത് വരില്ല? 2,50,000 ഫിക്സ്ഡ് കോസ്റ്റ് വരില്ല. വിത്ത് പ്രൊമോഷൻ ആണെങ്കിൽ 2,50,000 കൂടെ കുറയ്ക്കാം. അപ്പോൾ കുറച്ചാൽ എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. വിച്ച് ഈസ് ബെസ്റ്റ് എടുക്കാം. പക്ഷെ ഇവിടെ അങ്ങനെ 14 മാർക്കിന് അങ്ങനെ എളുപ്പമാക്കുമോ? ഇല്ല. ഇവിടെ സെല്ലിംഗ് പ്രൈസും വാരിയബിൾ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? സെല്ലിംഗ് പ്രൈസ് എത്രയാ? 12. ഇതിൽ നിന്ന് വാരിയബിൾ കോസ്റ്റുകൾ എന്ത് ചെയ്യുക? ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. എത്രയാ? 12 മൈനസ്. കാൽക്കുലേറ്റർ ഒന്നും എടുക്കരുത് കേട്ടാ. ഓക്കെ, എഴുതരുത്, ആക്റ്റീവ് ആവരുത്. ഇങ്ങനെ കൂന്തം വിഴിഞ്ഞ പോലെ ഇരിക്കണം. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും? മനസ്സിലാവും. എക്സാമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? തുന്നം പാടാൻ പറ്റും. ഓക്കെ, യെസ്. അടുത്ത് 14 മൈനസ് 6.5 മൈനസ് 2.5 മൈനസ് 0.72 അങ്ങനെ എത്ര? 4.28 ഇല്ലേ? ഇത് ശരിയല്ലേ? ഓക്കെ, ഞാൻ രണ്ടാമത്തെ, നീ ഒന്നാമത്തെ. എന്നായിക്കോട്ടെ, ഈ ഒന്നാമത്തെ ആദ്യം പറഞ്ഞ് ഞാൻ രണ്ടാമത്തെ പറഞ്ഞു. അതാണ്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. അത് നിങ്ങൾ ഗ്രേറ്റ്, എനിക്കറിയാം, സൂപ്പറാണ്. പോരി അത് ഒഴിവാക്കി. അപ്പോൾ കോൺട്രിബ്യൂഷൻ പറയുന്നുണ്ട്. ഇനി കുറച്ച് ഒബ്സർവേഷൻസ് നോക്കാം. കണ്ട, ചെറിയ കൊണ്ട് 14 മാർക്കിന് ഇപ്പം നമ്മൾ ചെയ്തതിൽ ഏറ്റവും എളുപ്പമുള്ളതായിരിക്കും ഇത്. ഈ കമ്പനി താഴെ ഇൻഫർമേഷൻ തന്നാൽ വാരിയബിൾ പ്രൊഡക്ഷൻ ഓവർഹെഡ് അബ്സോർബ്ഡ് ഓൺ ഏതാണ്? മിഷൻ ഹവർ ബേസിസ്. കണ്ട, 1.2 പെർ മിഷൻ ഹവർ ഡേ. അപ്പോൾ മിഷൻ ഹവർ കാണാൻ പറ്റും. ഓക്കെ അല്ലേ? എങ്ങനെ കാണാൻ പറ്റും? നിങ്ങൾക്ക് ഓൾറെഡി വാരിയബിൾ പ്രൊഡക്ഷൻ ഓവർഹെഡ് അറിയില്ലേ? എത്രയാണ്? അടിച്ച 0.84 അല്ലേ?
ഡിവൈഡഡ് ബൈ 1.2 അടിച്ചാൽ എത്ര കിട്ടും? 0.7 കിട്ടും. എന്തായാലും ലോജിക്ക്, ഒരു ടൈൽ ഉണ്ടാക്കാൻ എത്ര സമയം വേണം? 0.70 ഹവർ വേണം. ഒരു മണിക്കൂറിന് എത്ര ഇലക്ട്രിസിറ്റി ചാർജ് വരിക? ₹1.20. അങ്ങനെ 0.70 ഇൻറ്റു 1.20 അടിച്ചിട്ടാണ് നിങ്ങൾക്ക് എത്ര കിട്ടിയത്? 0.84. സ്വാഭാവികമായിട്ടും ഈ 0.70 കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? 1.20 ഡിവൈഡ് ചെയ്താൽ പോലെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന സാധനത്തിൻ്റെ പേരെന്തായിരുന്നു? മിഷൻ ഹവർ. ഏതാ? മിഷൻ ഹവർ. അങ്ങനെ എല്ലാം കിട്ടൂലേ? അടുത്ത വെറുതെ ഒന്ന് ചെയ്ത് നോക്ക്, പ്രാക്ടീസ് ചെയ്തോ. 0.72 ഡിവൈഡ് ബൈ 1.2 എത്ര വരും? 0.6. അടുത്ത ഏതാണ്? അടുത്ത എളുപ്പാടാ. 1.2 ഡിവൈഡ് ബൈ 1.2 എത്രയാ? 1 വരും. സിമ്പിൾ. ഓക്കെ അല്ലേ? മുന്നോട്ട് പോട്ടെ. അടുത്തേതാ? ഫിക്സഡ് ഓവർഹെഡ് 37 തന്നിട്ട് അത് എല്ലാത്തിലും കോമൺ ആവില്ലേ? ആയിരിക്കും. അങ്ങനെയല്ല നമ്മൾ അസ്യൂം ചെയ്യാം. പ്രൊഡക്ഷൻ കപ്പാസിറ്റി, ദർ ഇസ് എ ലിമിറ്റിംഗ് ഫാക്ടർ. അപ്പോൾ ഇത് ഏത് ക്വസ്റ്റ്യനാ? ലിമിറ്റിംഗ് ഫാക്ടർ ഡിസിഷൻ മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ് മാർജിനൽ കോസ്റ്റിംഗിലുള്ള. ടോട്ടൽ നമുക്ക് എത്രയേ ഉള്ളൂ? 8,90,000 മിഷൻ അവറേ ഉള്ളൂ. നിങ്ങളിനി പ്രൊഡക്ഷൻ ക്യാമ്പയിൻ ചെയ്തിട്ട് പുറത്തേക്ക് കുറെ വിൽപ്പന നടത്തി കഴിഞ്ഞാലും നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. എന്താ അവിടെ ലിമിറ്റേഷൻ? നമ്മുടെ അടുത്ത് ഇത്രയേ ഉള്ളൂ, 8,90,000. അപ്പൊ അടുത്തൊരു പോയിന്റ് ആണ്. അങ്ങനെ ലിമിറ്റേഷൻ ആലോചിച്ചിരിക്കുന്ന നമുക്ക് അവർ അടുത്ത പോയിന്റ് ഇട്ട് തന്നിരിക്കുന്നു. നിങ്ങൾ സങ്കടപ്പെടേണ്ട. നിങ്ങളുടെ പ്രൊഡക്ഷൻ ഹവർ തീർന്നാൽ അല്ലെങ്കിൽ മിഷൻ ഹവർ തീർന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പുറത്തുനിന്ന് മേടിക്കാൻ പറ്റും. ഏതൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ? എല്ലാം മേടിക്കാൻ പറ്റില്ല. ഏതാണ്? എയോണും പിന്നെ ജിയോണും. എത്ര രൂപയ്ക്ക് മേടിക്കാൻ പറ്റും? 10.50 15. ഓക്കെ, ഇതിൽ ജിയോണിന്റെ 15.5 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ആവശ്യം 15.5. ക്ലിയർ? മിഷന്റെ കപ്പാസിറ്റി വിൽ നോട്ട് ഇൻക്രീസ് ആഫ്റ്റർ ദ അതും തന്നിട്ടുണ്ട്. അത് ഞാൻ അവർ പറയണ, അല്ലാതെ നമുക്കറിയാലോ പ്രൊമോഷൻ ചെയ്താൽ എന്ത് ചെയ്യില്ല? സെയിലേ ഇതാവുള്ളൂ, അല്ലാതെ എന്ത് ചെയ്യില്ല. ഇപ്പോൾ IIM പ്രൊമോഷൻ ചെയ്താൽ ക്ലാസ് റൂമുകളുടെ വലുപ്പം കൂടുമോ? ഇല്ല. ചോദ്യം: ഡിറ്റർമിൻ വെദർ ഈ കമ്പനി ടൈൽ ലിമിറ്റഡ് ഷുഡ് ഇൻവെസ്റ്റ് ഇൻ പ്രൊഡക്ഷൻ പ്രൊമോഷൻ ക്യാമ്പയിൻ. അഡ്വൈസ് ഹൗ ദ പ്രൊഡക്ഷൻ ഫെസിലിറ്റി വുഡ് ബി ബെസ്റ്റ് യൂട്ടിലൈസ്. ഈ ബെസ്റ്റ് യൂട്ടിലൈസ്ഡ് അവർ പറയേണ്ട ആവശ്യമില്ല. കാരണം അതില്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ പറ്റില്ല. സെറ്റല്ലേ? ഇനി ഒന്നും നോക്കണ്ട, 10 മിനിറ്റ് അതിൻ്റെ അപ്പുറം എടുക്കില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സെറ്റാണോ? ആൻസർ എന്താണ്? പുഷ്പം പോലെ ആവും. ഇത്ര ഉള്ളൂ. ഫസ്റ്റ് പറയട്ടെ, ഇതൊക്കെ അറിയുക. നിങ്ങൾ കണ്ടത് അതൊക്കെ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. പ്രോഫിറ്റ് ആണെങ്കിൽ എന്തറിയണം? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാണണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ 2 ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്ക്. ഇതൊന്നും ഞാൻ എഴുതി വെക്കണ്ട. പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സാധനം സെറ്റ് ചെയ്യുന്നത് ഞാൻ സമയം തരാം. ഏതാണ്? ഷുഡ് ദ കമ്പനി ഇൻവെസ്റ്റ് ഇൻ പ്രൊഡക്ഷൻ പ്രൊമോഷൻ ക്യാമ്പയിൻ. അതല്ലേ ഒരു ക്വസ്റ്റ്യൻ. അടുത്തതാണ് ഹൗ ദ പ്രൊഡക്ഷൻ ഫെസിലിറ്റി വുഡ് ബി ബെസ്റ്റ് യൂട്ടിലൈസ്ഡ്. ഫസ്റ്റ് വൺ ABC എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ അങ്ങനെയല്ല, നമ്മളൊരു കമ്പ്യൂട്ടേഷൻ. ഫസ്റ്റ് എന്താണ്? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റും അതേപോലെ തന്നെ കോൺട്രിബ്യൂഷൻ പെർ മിഷൻ അവറും കാണും. എന്നിട്ട് എന്ത് ചെയ്യുക? ആൻഡ് ഒരു സാധനം കൂടെ ചെയ്യുക. എന്താണ്? റാങ്കിങ് ഓൾസോ. ഓക്കെ, റാങ്കിങ് കൂടെ ചെയ്യാൻ പോണേ. ശ്രദ്ധിച്ചോ മക്കളെ. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടതല്ലേ നിങ്ങൾ? അറിയാലോ? ക്ലിയർ? ഞാൻ ഇതിന് വേണമെങ്കിൽ വേറെ സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടി വരും. അവൻ വർക്കിങ്സ് ആവണ്ടേ? വെറുതെ കോൺട്രിബ്യൂഷൻ എഴുതിയിട്ട് തരില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു വർക്കിംഗ് നോട്ട് സെപ്പറേറ്റ് ഉണ്ടാക്കണം. ഓക്കെ, അല്ലെങ്കിൽ പണി കിട്ടും. ഇപ്പോൾ സാറിന് ആവശ്യമില്ല, അറിയാലോ. കോൺട്രിബ്യൂഷൻ പെർ മിഷൻ ഹവർ ഇങ്ങനെയാണ്. എങ്ങനെ കിട്ടും കോൺട്രിബ്യൂഷൻ മിഷൻ ഹവർ? പറയും. ഒന്ന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഒന്ന് ചായ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. റെസ്പോണ്ട് ചെയ്യും. കോൺട്രിബ്യൂഷൻ പെർ മിഷൻ ഹവർ ഈസ് ഈക്വൽ ടു ഏതാ? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ മിഷൻ ഹവർ പെർ യൂണിറ്റ്. ഓക്കെ, അങ്ങനെ പ്രശ്നങ്ങളില്ല. കോൺട്രിബ്യൂഷൻ ഇതാ. മിഷൻ അവർ കണ്ടെത്തിയിട്ടുണ്ടാ? ഇല്ല. ഇപ്പം മിഷൻ അവർ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഓൾറെഡി ചെയ്ത ഓർമ്മല്ലേ? എവിടെ ഉണ്ട്? എങ്ങനെ? 0.84 ഡിവൈഡ് ബൈ 1.2, 0.72 ഡിവൈഡ് ബൈ 1.2. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് മിഷൻ ഹവേഴ്സ്. ഇതിനെ ഇവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. കണ്ടില്ലേ മക്കളെ? അപ്പോൾ എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ പെർ മിഷൻ അവർ കിട്ടും. ഇതിലേറ്റവും വലുത് ഏതാ? 1 ഇതല്ലേ നിയോൺ അല്ലേ? അപ്പോൾ അതിന് റാങ്ക് എത്ര കൊടുത്ത്? 1 കൊടുത്ത്. അടുത്തത് ഏതാ? 6.3. അതിനെത്ര കൊടുത്ത്? 2 കൊടുത്ത്. അടുത്തേതാ? 5.9. അതിനെടുത്ത് കൊടുത്ത്. ഇതേതാ? 4 കൊടുത്ത്. എത്ര ഉള്ളൂ? ക്ലിയർ?
ക്ലിയർ ആണോ? എന്തിനത് ചെയ്തതെന്നൊരു ചോദ്യം ഉണ്ടാവും. അതിന് ആൻസർ ഉണ്ട്, പറയട്ടെ. നമ്മുടെ കയ്യിൽ ആകെ എത്ര ഉള്ളൂ? 8,90,000 മിഷൻ അവേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പ്രൊമോഷൻ ഒന്നും ചെയ്യാതെ തന്നെ ഹെഡിങ് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത ബി എന്താ പറയുന്നത്? വൈകി നമ്പർ ഓഫ് യൂണിറ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് പ്രൊഡക്ഷൻ ക്യാമ്പയിൻ. നമുക്കറിയാലോ, ആ യൂണിറ്റുകൾ അറിയില്ലേ. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണ്? ജസ്റ്റ് ഒരു മാച്ചിങ് ആണ്. സത്യത്തിൽ ഇങ്ങനെ ഒരു വർക്കിംഗ് നോട്ടിൻ്റെ ആവശ്യം ഇല്ല. പക്ഷെ ഇത് ആവശ്യമില്ല എന്ന് എങ്ങനെ മനസ്സിലാവുള്ളൂ? ഒക്കെ ചെയ്തു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യം ഉണ്ട്. മനസ്സിലായി? തമാശ പറഞ്ഞല്ല. ഓക്കെ അല്ലേ? യെസ്. കണ്ടോ, ഈ റാങ്കിൽ നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുകയാണ്. എത്രയാണ് ഇതിൻ്റെ ഹെഡിങ്ങിൽ വിത്തൗട്ട് പ്രൊഡക്ഷൻ ക്യാമ്പയിൻ ഇല്ല, ക്വസ്റ്റ്യനിൽ നോക്കി പറയണം. വിത്തൗട്ട് പ്രൊഡക്ഷൻ ക്യാമ്പയിൻ ആണെങ്കിൽ എത്ര യൂണിറ്റ് ആണ് ഓരോന്നും വിൽക്കാൻ പറ്റുക? ഫസ്റ്റ് റാങ്ക് ബേസ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതേണ്ടത്. 1 ഫസ്റ്റ് റാങ്ക് ഏതിനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്? പറയൂ. ഇവിടെ ഏതാ? നിയോൺ അല്ലേ? നിയോണ് എത്രയാണ് യൂണിറ്റ് വേണ്ടി വരിക? നിയോണ് 3,50,000 അല്ലേ? റെസ്പോണ്ട് ചെയ്യണോട്ടോ. 3,50,000 അല്ലേ? ഇൻറ്റു ഒന്ന് ആണെന്ന് പറഞ്ഞൂടെ? ഇൻറ്റു എത്രയാണ്? 0.6. എത്ര വരും? 2,10,000 ഹവേഴ്സ്. എന്ന് വന്ന കുട്ടികൾ വിചാരിക്കുക എന്ത് കുട്ടികളതൊക്കെ ഈ സാറ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഒരു റെസ്പോൺസും കൊടുക്കാത്തതെന്നൊക്കെ. പി പി എത്രയാ? അടുത്ത പി പിക്ക് എത്ര ഉള്ളത്? രണ്ടാമത്തെ റാങ്ക് പി പിക്ക് 1,90,000 ഉള്ളത്. ക്വസ്റ്റ്യനിൽ കാണുന്നില്ലേ? നിങ്ങൾ ക്വസ്റ്റ്യനും ആൻസറും കാണണം. ഇൻറ്റു എത്രയാണ് അതിൻ്റെ ഹവർ ഉള്ളത്? 1 ആണ്. അപ്പോൾ എത്ര ഹവർ അതിൽ എടുക്കണം? 1,90,000. അടുത്ത ഐറ്റം എ ഓൺ അല്ലേ? എ ഓൺ എത്രയുള്ളത് യൂണിറ്റ്? 2 lakh ഇൻറ്റു 0.7. അപ്പോൾ ടോട്ടൽ എത്ര വരും? 1,40,000. ലാസ്റ്റ് സിയോൺ ആണ്. എത്രയാണ്? 3,20,000. 3,20,000. അങ്ങനെ ടോട്ടൽ ഇതാ എത്ര ഉണ്ട്? വിച്ച് മീൻസ് നമുക്ക് മിഷൻ അവർ എത്ര ഉണ്ട് ഇവിടെ? യഥേഷ്ടമുണ്ട്. 8,90,000 ഉണ്ട്. അതിൽ 860 ആവശ്യമുള്ളൂ. ബാലൻസ് എത്ര വരുന്നുണ്ട്? 30,000 വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. Can produce all the product as per the demand without any constraint. Still mission hour is balance of എത്രയാണ്? 30,000 hours. അപ്പം നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കും, നമ്മുടെ പ്രൊമോഷൻ ക്യാമ്പയിൻ ഇല്ലാത്ത യൂണിറ്റ് വിൽക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ കയ്യിൽ ഉണ്ട്. അത് ഉറപ്പിച്ചില്ലേ? ഇനി ഒന്നും ചെയ്യാറില്ല. ഇനി നേരെ എന്ത് ചെയ്യാം? ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് കണ്ടെത്താം. എന്താണ് സ്റ്റേറ്റ്മെന്റിന്റെ പേര്? വായിക്കൂ. സ്റ്റേറ്റ്മെന്റ് ഷോയിങ് പ്രോഫിറ്റ് വിത്തൗട്ട് പ്രൊഡക്ഷൻ പ്രൊമോഷൻ ക്യാമ്പയിൻ. ടോട്ടൽ കോൺട്രിബ്യൂഷൻ കാണാം. എങ്ങനെ കോൺട്രിബ്യൂഷൻ കാണാം? അറിയാലോ. ടോട്ടൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാൽക്കുലേഷൻ. ഇത് നോക്കിട്ടാ, ഇവിടെ എഴുതുമ്പോൾ നമ്മൾ റാങ്കിങ്ങിനെ ബേസ് ചെയ്തിട്ടല്ല എഴുതാം. ഓക്കെ അല്ലേ? ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്ത് ചെയ്യാം? എഴുതാം. ഇറ്റ്സ് അപ് ടു യു. ഓക്കെ. പക്ഷെ ഇങ്ങനെയാണ് നമ്മൾ എഴുതുള്ളൂ ഇപ്പോൾ തൽക്കാലം. പറഞ്ഞോക്കളെ, ഇവിടുത്തെ കാൽക്കുലേഷൻ എങ്ങനെ വരാം? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇവിടെ എത്ര യൂണിറ്റാണ് വിൽക്കുന്നത്? എ ഓൺ ഇതല്ലേ? 2 ലക്ഷം അല്ലേ? അപ്പോൾ 2 ലക്ഷം ഇൻറ്റു എത്രയായിരുന്നു? 4.16 ആണല്ലേ? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. 8,32,000. അടുത്തും കൂടെ വെറുതെ ചെക്ക് ചെയ്ത് നോക്ക്. അടുത്ത നിയോൺ ആണ്. നിയോൺ ഫസ്റ്റ് 3,50,000 ഇൻറ്റു അതിൻ്റെ എത്രയാ? 28. അപ്പോൾ 4,98,000. ഓക്കെ, മതി. ഇനി ബാക്കിയാണ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. ഫിക്സ്ഡ് കോസ്റ്റ് ലെസ് ചെയ്താൽ എത്ര കിട്ടും? 45,48,000. ഇത്രയാണ് എന്ത് കിട്ടുക? പ്രോഫിറ്റ് കിട്ടുക. എങ്ങനെയാണെങ്കിൽ പ്രൊമോഷൻ ഒന്നും വേണ്ട എന്നുണ്ടെങ്കിലുള്ള പരിപാടിയാണ് ഇത്. ഓക്കെ അല്ലേ? മുന്നോട്ട് പോട്ടെ. അടുത്തത് ഏതാണ്? വീണ്ടും നോക്കണം. പ്രൊമോഷൻ ഉണ്ടെങ്കിൽ എന്ത് കൂടുന്നുണ്ട്? യൂണിറ്റ് കൂടുന്നുണ്ട്. യൂണിറ്റ് കൂടുമ്പോൾ അത്രമേൽ യൂണിറ്റ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ അടുത്ത് നമ്പർ ഓഫ് യൂണിറ്റ് ബി പ്രൊഡ്യൂസർ വിത്ത് പ്രൊഡക്ഷൻ പ്രൊമോഷൻ. ഓക്കെ അല്ലേ? യെസ്. ടോട്ടൽ എത്ര ഉണ്ടെന്ന് വെറുതെ എഴുതിയിട്ട് 8,90,000. ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, നോക്കൂ. ഫസ്റ്റ് റാങ്ക് ഏതിനാ? അത് മാറ്റില്ല. റാങ്ക് അവിടെ എന്തിനനുസരിച്ചാണ്? കോൺട്രിബ്യൂഷൻ പെർ മിഷൻ അവറാണ്. കോൺട്രിബ്യൂഷൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ. റോ മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ റോ മെറ്റീരിയൽ. അടുത്ത് ലേബർ അവർ ആണെങ്കിൽ എന്ത് ചെയ്യുക? കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ ലേബർ അവർ. ഇവിടെ മിഷൻ അവർ ആയതുകൊണ്ട് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ മിഷൻ അവർ. അപ്പോൾ ഫസ്റ്റിൽ നിയോൺ അല്ലേ ഫസ്റ്റ് എടുക്കണ്ടേ? അല്ലേ?
3,80,000 0.6 അതൊന്നും ഞാൻ പറയുന്നില്ല. നിയോണും PP യും എയോണും ഉണ്ടാക്കിയപ്പോൾ തന്നെ എത്രയായി? 5,96,000. ടോട്ടൽ എത്ര ഉള്ളത് കാൽക്കുലേറ്ററിൽ? 8,90,000 അല്ലേ? മൈനസ് എത്രയാണ്? 5,96,000 അല്ലേ? അപ്പം നമ്മുടെ കയ്യിൽ ഇനി എത്ര ബാലൻസ് ഉള്ളൂ? 2,94,000. ശരിക്കും അടുത്ത സാധനം ഏതാണ്? നിയോണ്, എയോണ്, സിയോൺ അല്ലേ? ഈ സിയോണിന് എത്രയാണ് വേണ്ടത് പ്രൊഡക്ഷൻ? 3,50,000 അല്ലേ? അല്ലടാ, അതിന് എത്ര അവർ വേണം? ഒന്നല്ലേ ഇൻറ്റു 1. ശരിക്കും 3,50,000 സിയോൺ ഉണ്ടാക്കാൻ എത്ര അവർ വേണം? 3,50,000. നമ്മുടെ കയ്യിൽ അത്ര ഇല്ല. നമ്മുടെ കയ്യിൽ എത്രയേ ഉള്ളൂ? 2,94,000. അത് ഉപയോഗിച്ചിട്ട് എത്ര സിയോൺ ഉണ്ടാക്കാൻ പറ്റും? 2,95,000. വൈ? 1 മണിക്കൂർ, ഒരു യൂണിറ്റിന് 1 മണിക്കൂർ ആയതുകൊണ്ട് കൺഫ്യൂസർ ആവരുത്. ഇപ്പോൾ ഇവിടെ അരമണിക്കൂറാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യാം? 2,94,000 ഡിവൈഡ് ബൈ 0.5 എത്ര ഉണ്ടാക്കാൻ പറ്റും? 5,88,000 ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇവിടെ 1 മണിക്കൂറാണ്. ക്ലിയർ അല്ലേ? ഇത് ബാലൻസ് യൂണിറ്റ്. അപ്പോൾ സങ്കടപ്പെടണ്ട. ബാലൻസ് യൂണിറ്റ് എവിടെ നിന്ന് മേടിക്കാൻ പറ്റും? പുറത്തുനിന്ന് മേടിക്കാൻ പറ്റും. ബാലൻസ് യൂണിറ്റ് പറഞ്ഞാൽ എത്രയാ? 3,50,000 അല്ലേ ടോട്ടൽ വേണ്ടേ? 2,94,000 ഉണ്ടാക്കാനുള്ള ഹവർ നമ്മുടെ കയ്യിലുണ്ട്. ബാക്കി വരുന്ന എത്രയാണ്? 56,000 യൂണിറ്റ്. ഇത് പുറത്തുനിന്ന് മേടിച്ചിട്ട് എന്ത് ചെയ്യണം? വിൽക്കണം. ഓക്കെ ആണോ? പുറത്തുനിന്ന് എത്ര രൂപയ്ക്കാണ് നിങ്ങളിത് മേടിക്കുക? 15.50. കണ്ട അവിടെ കണ്ട അടുത്ത സ്റ്റേറ്റ്മെന്റിൽ എത്ര റുപ്യക്ക് ഇങ്ങോട്ട് വിൽക്കാൻ പറ്റും? അതിന്റെ നോർമൽ പ്രൈസ് 16 അല്ലേ സിയോന്റെ? അല്ലേ? എടാ, സിയോൺ ഇവിടുന്ന് പോകുമ്പോ ഇത് നമ്മൾ ഉണ്ടാക്കിയതാണോ വേറെ പുറത്തുനിന്ന് ഉണ്ടാക്കി കൊണ്ടുവച്ചതാണോ അതൊന്നും ഇവിടെ പ്രശ്നമുള്ളതല്ല. പുറത്തെ കസ്റ്റമർ എത്ര റുപ്യക്ക് മേടിക്കും? 16 റുപ്യക്ക് മേടിക്കും. അപ്പൊ നമുക്ക് അതിന് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും? 4.4 ഇൻറ്റു 56,000 കൂടെ നോട്ട് ചെയ്യണം. ഞാൻ സ്റ്റേറ്റ്മെന്റിലേക്ക് വരട്ടെ. ഇതേതാ? തൊട്ട് മുൻപേ നമ്മൾ ഏത് സ്റ്റേറ്റ്മെന്റ് വരച്ചു? സ്റ്റേറ്റ്മെന്റ് ഷോവിംഗ് പ്രോഫിറ്റ് വിത്തൗട്ട് പ്രൊഡക്ഷൻ പ്രൊമോഷൻ ക്യാമ്പയിൻ അല്ലേ? അവിടെ 35,000 മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ? ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ എത്ര കൂടെ വരും? 2,50,000 കൂടെ വരും. ക്ലിയർ? പിന്നെ അവിടുത്തെ പോലെ തന്നെ അല്ല, ഇവിടെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. യെസ്. കാരണം എന്താ? ഇവിടെ യൂണിറ്റ് ഏതായിരുന്നു? 2,00,000 ആണെങ്കിൽ ഇവിടെ ഏവോണ്ട യൂണിറ്റ് എത്ര? 2,40,000. ഏത് മാറൂല? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ത് ചെയ്യില്ല? മാറില്ല. അപ്പൊ എന്താ ഹെഡിങ് വായിച്ച? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് വിത്ത് പ്രൊഡക്ഷൻ പ്രൊമോഷൻ ക്യാമ്പയിൻ. വിത്തനല്ലേ? വിത്തൻ. എയോണ്, നിയോണ്, സിയോണ്, PP ടോട്ടൽ കോൺട്രിബ്യൂഷൻ കണ്ടിട്ടുണ്ട്. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിൽ ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? അത് പ്രൊഡക്ഷൻ പ്രൊമോഷൻ നടത്തിയാൽ യൂണിറ്റ് കൂടുതലേ. അപ്പം അതിനനുസരിച്ച് ഏത് മാറും? കോൺട്രിബ്യൂഷൻ ടോട്ടൽ എന്ത് ചെയ്യും? മാറും. സിയോണിൻ്റെ മാത്രം ശ്രദ്ധിക്കണം. സിയോൺ നമ്മൾ ഉണ്ടാക്കുന്നത് എത്രയാണ്? 2,94,000. അതിന് നമുക്ക് ഒരെണ്ണത്തിന് എത്ര വെച്ച് കോൺട്രിബ്യൂഷൻ കിട്ടും? 3. അതിൽ മാറ്റത്തില്ലോ. ഇനി ബാലൻസ് വരുന്ന മൊത്തം 3,50,000 അല്ലേ അതിൻ്റെ ഡിമാൻഡ് ഉള്ളത്. ബാലൻസ് വരുന്ന 56,000 നമ്മൾ എത്ര രൂപയ്ക്ക് മേടിക്കും? 15.5 മേടിക്കും. എന്നിട്ട് എത്ര രൂപയ്ക്ക് വിൽക്കും? 16. വിച്ച് മീൻസ് 15.5 എന്ന് പറഞ്ഞാൽ നമ്മുടെ വാരിയബിൾ കോസ്റ്റ് ആണ്. സെയിൽസ് എത്രയാണ്? 16. സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് എത്ര കിട്ടി? കോൺട്രിബ്യൂഷൻ കിട്ടി. ആ കോൺട്രിബ്യൂഷനെ കൊണ്ട് 56,000 എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ നോക്കി ഫിക്സ്ഡ് കോസ്റ്റ് നേരത്തെ പറഞ്ഞതാണ്. പ്രൊമോഷന് 2,50,000 വരും. ഇത് കഴിഞ്ഞ് നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്? 45,90,000. മറ്റെത്രയാ? 45,48,000. നമുക്ക് 50,000 രൂപയുടെ ഇൻക്രീസ് ഉണ്ട്. ഫൈനൽ ആൻസർ എന്താ? കമ്പനി ഷുഡ് ഇൻവെസ്റ്റ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രൊമോഷൻ ക്യാമ്പയിൻ ഡ്യൂ ടു ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്. ചിന്തിക്കുക. ചിന്തിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ വായിക്കുക. അങ്ങനെ ക്വസ്റ്റ്യൻ വായിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ആർജിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതാണ് ക്വസ്റ്റ്യൻ. ഇമാജിൻ ചെയ്യാം. സെയിൽസ് എത്രയാം? കാൽക്കുലേറ്ററൊക്കെ ഉണ്ടാവണം, സെറ്റ് ആവണം. ടപ്പ് എന്ന് പറഞ്ഞിട്ട് ആൻസർ പറഞ്ഞു തരും. പെട്ടെന്ന് ചെയ്യാം. 10 മിനിറ്റ്. സെയിൽസ് 40,000 ആണേ. റോ മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് വേജ്, ഫിക്സ്ഡ്. ഇവിടെയാണ് നമ്മുടെ ട്വിസ്റ്റ്. ഓക്കെ അല്ലേ? ഫിക്സ്ഡ് ഉണ്ട്, വാരിയബിൾ ഉണ്ട്. ഇറ്റ് ഈസ് എ സെമി വാരിയബിൾ കോസ്റ്റ്. അപ്പോൾ 10,000 ആണ് തരുന്നത്. എത്ര പ്രോഫിറ്റ് വരുന്നത്? 4,000. യൂണിറ്റ് സോൾഡ് എത്രയാ? 200. ഞാൻ ചോദിക്കട്ടെ, പ്രോഫിറ്റ് പെർ യൂണിറ്റ് അവിടെ കണ്ടെത്തിക്കൂടെ? എങ്ങനെ? 4,000 ഡിവൈഡഡ് ബൈ 200. മക്കളൊന്ന് റെസ്പോണ്ട് ചെയ്യണം പ്ലീസ്. ഒന്ന് റെസ്പോണ്ട് ചെയ്തൊക്കെ പറയാൻ ഒന്നുകൂടെ ആവേശം കൂടും. അപ്പം നമുക്ക് കൂടുതൽ എന്ത് ചെയ്യും? മനസ്സിലാവും. എത്രയാ? 20. ഇത് ട്വിസ്റ്റ് ഉണ്ട് ഈ പോയിന്റ്. 20 പ്രോഫിറ്റ് പെർ യൂണിറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ്, മനസ്സിലുണ്ടാവട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ.
ഇപ്പം നിലവിലുള്ളത് 2023 മാർച്ചിലെ അല്ലേ. ഇനി അടുത്ത കൊല്ലത്തെ പ്രൊജക്ഷൻ ആണ് പറയുന്നത്. ഏതാ? നെക്സ്റ്റ് ഇയർ ഫിനാൻഷ്യൽ ഇയറിൽ ഈ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ആണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ. വേജസ് 50% കൂടും. നിലവിൽ എത്രയാണ് വേജസ് ഉള്ളത്? 6000. അങ്ങനെ പറയുന്നത് ഒരു യൂണിറ്റിന് എത്രയാ? 6000 ഡിവൈഡഡ് ബൈ എത്രയാണ്? 200. അപ്പോൾ ഒരു യൂണിറ്റിന് എത്രയാണ്? 30 രൂപ. അപ്പോൾ കൂടും. കാൽക്കുലേറ്റർ ചെയ്ത് വെച്ചു. അപ്പോൾ പിന്നെ അവിടെ എത്തുമ്പോൾ പിന്നെ ഞാൻ ഈ 30 വീണ്ടും പറയണ്ടല്ലോ. ഓക്കെ, കാൽക്കുലേറ്റർ ചെയ്ത് വെച്ചാൽ മതി. 30 അല്ലേ? 30 × 150%, 15 കൂടിയിട്ട് എത്ര ആവും? 45. അപ്പോൾ അടുത്ത പോലെ വേജസ് 45 സെറ്റ് അല്ലേ? അടുത്ത ഫിക്സ്ഡ് കോസ്റ്റ് വിൽ ഡിക്രീസ്ഡ് ബൈ 1000. അപ്പോൾ എടുത്ത ചോദ്യം, അപ്പോൾ എത്രയാണ് കഴിഞ്ഞ കൊല്ലത്തെ ഫിക്സ്ഡ് കോസ്റ്റ്? അറിയില്ല. വാരിയബിൾ കോസ്റ്റ് അറിയില്ല. പക്ഷെ ടോട്ടൽ ഫിക്സ്ഡ് ആൻഡ് വാരിയബിൾ അറിയാം. എത്രയാ? 10000 സെറ്റ്. അടുത്ത് അപ്പം ഇതിലുണ്ടല്ലോ അല്ലേ. ഫോർ എക്സാമ്പിൾ 2023 ഫിക്സ്ഡ് കോസ്റ്റ് 5000 ആണെങ്കിൽ മറ്റേ എത്ര ആവും? 4000. 10000 ആണെങ്കിൽ എത്രയാവും? 10000 എന്തായാലും ആവില്ല, കാരണം രണ്ടും കൂടെ 10000 അല്ലേ. അടുത്ത കൊല്ലം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന യൂണിറ്റ് എത്രയാ? 300. 200 നേരെ എങ്ങോട്ട് കയറും? 300. കണ്ടാ? നമ്പർ ഓഫ് യൂണിറ്റ് ബി സോൾഡ് ഇൻ ദ നെക്സ്റ്റ് ഇയർ 300 യൂണിറ്റ്. അടുത്തതാണ് ഇമ്പോർട്ടൻറ്റ്. ഏതാ? ടോട്ടൽ ഫിക്സ്ഡ് ആൻഡ് വാരിയബിൾ ഓവർഹെഡ് ഇൻ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ വിൽ ബി എത്രയായിരിക്കും? 12000. ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പം നമുക്ക് ഫസ്റ്റ് ഇയറിലെ എന്തറിയാം? ടോട്ടൽ ഓവർഹെഡ് അറിയാം, ഫിക്സ്ഡും വാരിയബിൾ. അതിൻ്റെ യൂണിറ്റ് എത്രയെന്ന് അറിയാം? 200. സെക്കൻഡ് ഇയറിലെ ടോട്ടൽ എത്രയാണെന്നറിയാം? 12000. അതിൻ്റെ യൂണിറ്റ് എത്രയാ? 300. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? ചേഞ്ച് ഇൻ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ യൂണിറ്റ്. അങ്ങനെ പലരും ഉപയോഗിച്ചിട്ട് പൊട്ടത്തരം പറ്റാറുണ്ട്. അത് പറ്റില്ല. ഓക്കെ അല്ലേ? വൈ? അത് 2 കൊല്ലത്തെ അല്ലേ. ഇവിടെ 2 കൊല്ലത്തിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഒക്കെ ഒരേപോലെയാണോ? അല്ല. അതിൻ്റെ ഒരു പാറ്റേൺ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഞാനൊരു എക്സാമ്പിൾ പറയാം, നോക്കൂ പ്ലീസ്. 100 യൂണിറ്റ് പിന്നെ എത്രയാ? 200 യൂണിറ്റ്. അപ്പം നിങ്ങൾ 100 പെൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ 200 പെൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 100 ഉണ്ടാക്കുമ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്, പിന്നെ ഏതുണ്ട്? വാരിയബിൾ കോസ്റ്റ് ഉണ്ട്, ടോട്ടൽ കോസ്റ്റ് അങ്ങനെയല്ലേ വരാം. അത് ഓവർഹെഡാണ് ഉദ്ദേശിച്ചത്, ടോട്ടൽ ഓവർഹെഡ്. ഫിക്സ്ഡ് കോസ്റ്റ് 100 ഉണ്ടാക്കിയാലും എത്ര ഉണ്ടാക്കിയാലും 2000 ആണ്. ഓക്കെ ആണോ? ക്ലിയർ? അടുത്തത് വാരിയബിൾ കോസ്റ്റോ? വാരിയബിൾ കോസ്റ്റ് അത് ഞാൻ പറയണല്ലേ, സോറി. 10 വിചാരിക്കാം. 10 × 100 അപ്പോൾ എത്രയാ? 1000. പിന്നെ 10 × എത്രയാ? 200 എത്രയാ? 2000. ഓക്കെ അല്ലേ? അങ്ങനെ ഇവിടെ 4000 വരും. പിന്നെ എത്ര വരും? 3000 വരും. ഓക്കെ അല്ലേ? ക്ലിയർ? ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതും അപ്ലൈ ചെയ്യാം. 10 കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ചേഞ്ച് ഇൻ ഓവർ ഹെഡ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ യൂണിറ്റ് പറ്റും. പക്ഷെ ഇവിടെ കഴിഞ്ഞ കൊല്ലത്തെ അതേ ഫിക്സ്ഡ് കോസ്റ്റ് അല്ലല്ലോ. ഇക്കൊല്ലം മാറ്റമില്ലേ? ഒന്നത് പലതരം. പിന്നെ വാരിയബിൾ കോസ്റ്റും മാറുന്നില്ലേ? ഇല്ലേ? വാരിയബിൾ കോസ്റ്റ് ഇല്ലല്ലേ? വാരിയബിൾ കോസ്റ്റ് മാറുന്നില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏത് പറ്റൂല, ആ പരിപാടി ഇവിടെ നടക്കൂല. ഓക്കെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. യെസ്. നിങ്ങൾക്ക് എന്താണെന്നുള്ളൊരു പണിയെ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ മനസ്സിലാവും. ശരിക്കും ചെയ്ത് നോക്കണം. ചിലത് അങ്ങനെയാണ്. ഇപ്പം നിങ്ങൾ ലൂപ്പിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടാവില്ല, ട്രാൻസ്പോർട്ടേഷൻ, ട്രാവൽ സെയിൽസ്മാൻ പ്രോബ്ലം. അപ്പോൾ അത് ആദ്യം ഇങ്ങനെ എന്ത് ചെയ്യും? ഇപ്പം ഞാനൊക്കെ എടുക്കുകയാണെങ്കിൽ ചെയ്യാറ്, ആദ്യം എന്ത് ചെയ്യും? അതിങ്ങനെ അസൈൻ ചെയ്യിപ്പിക്കും. എന്നിട്ട് ചെയ്യിപ്പിച്ചിട്ട് ലൂപ്പിൻ്റെ കാര്യമൊന്നും പറയില്ല. സാധാരണ ആസ് യൂഷ്വൽ ക്വസ്റ്റ്യങ്ങൾ ചെയ്തിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും? നമ്മുടെ ഫൈനൽ സൊല്യൂഷനിലേക്ക് അസൈൻമെൻറ്റ് എത്തും. എന്നിട്ട് ഇങ്ങനെ പറയും, ഇന്ന രീതിയിൽ ഇങ്ങനെ ഇത് കണക്ട് ചെയ്ത് നോക്കും, ലൂപ്പ് കറക്റ്റ് ആവുന്നുണ്ട്. അത് എന്ന് തുടങ്ങി തിരിച്ചെങ്ങോട്ട് തന്നെ എല്ലാ സിറ്റികളും വിസിറ്റ് ചെയ്ത് തിരിച്ച് എവിടേക്ക് തന്നെ എത്തണം? എയിലേക്ക് തന്നെ ഇങ്ങനെ പറയില്ലേ? ഇത് എന്ത് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നേരെ മറിച്ച് ആദ്യം തന്നെ നമ്മൾ ഇതിനെ പഠിപ്പിക്കുക. അപ്പോൾ ഒരു ക്ലാസ്സിൽ അങ്ങനെ പഠിപ്പിക്കുക, ലൂപ്പ് ഉണ്ട് എന്ന രീതിയിൽ അസൈൻ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചാൽ അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ആകെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ആദ്യം തെറ്റാണ്. അപ്പോൾ പറയും ഇത് എന്താണ്? തെറ്റാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രശ്നം ശ്രദ്ധിച്ചിട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ട് അങ്ങനെ തന്നെയല്ലേ നമ്മൾ സാധാരണ പോവാറ്. അതേപോലെ തന്നെ തെറ്റുകൾ ആദ്യം എന്ത് ചെയ്യുക? അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അറിയണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ചോദ്യം എന്താണ്? അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. എന്തായാലും സെല്ലിംഗ് യൂണിറ്റ് എത്രയെന്നൊക്കെ അറിയാലോ. ഓക്കെ, ഫിക്സ്ഡ് കോസ്റ്റ്, വാരിയബിൾ, എല്ലാ ക്വസ്റ്റിനെ കുറിച്ച് തന്നിട്ടുണ്ട്. ഇനി ഒരേ ഒരു സാധനമാണ് ചോദ്യം, അടുത്ത കൊല്ലം എത്രയാണ് സെല്ലിംഗ് പ്രൈസ് വരാം?
നോക്ക്, ഹൗ മെനി യൂണിറ്റ് ടു ബി റിക്വയർഡ് ടു ബി സോൾഡ് ഇൻ ദി നെക്സ്റ്റ് ഇയർ. അടുത്ത കൊല്ലം എത്ര യൂണിറ്റ് എന്ത് ചെയ്യണം, വിൽക്കണം. എന്തിന്? സോ ദാറ്റ് ദ സെയിം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഇൻ 2023 ക്യാൻ ബി അച്ചീവ്ഡ്. ഇവിടെ ഒരു ടിസ്റ്റ് എടുക്കുന്നുണ്ട്. സാധാരണ കുട്ടികൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ഡിസൈഡ് പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ കാണും. അങ്ങനെ തന്നെയാണ്. എങ്ങനെ ഇക്വേഷൻ? ഡിസൈഡ് പ്രോഫിറ്റ് നമ്പർ ഓഫ് യൂണിറ്റ് ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. നമ്പർ ഓഫ് യൂണിറ്റ് ആണ്, അപ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് എടുക്കുക. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താ അറിയോ, ഇവിടുത്തെ ഡിസൈഡ് പ്രോഫിറ്റ് കഴിഞ്ഞ കൊല്ലത്തെ ടോട്ടൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റില്ല. ചോദ്യത അതണ്ട, പെർ യൂണിറ്റ് ആണ്. സ്പെസിഫിക്കലി അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ചെയ്യരുത്. പിന്നെ നോക്കുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി ഇരുന്ന് പണ്ടാറടങ്ങും ഇത് കിട്ടാതെ. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. നോട്ട് ചെയ്യണം. പെർ യൂണിറ്റ് കിട്ടിയില്ലേ? ക്വസ്റ്റ്യൻ ഇല്ല കയ്യിൽ. ഇത് 5 മിനിറ്റ് ഒന്നും വേണ്ട. എവിടെ ഇക്വേഷൻ തന്നെ, അതിലൊന്നും മാറ്റില്ല. ഇതാ എന്താണ് ഹെഡിങ്, ഒന്ന് നോക്കി ഉറക്കെ വായിക്കണം കേട്ടോ. നമ്പർ ഓഫ് യൂണിറ്റ് ടു ബി സോൾഡ് ടു ഗെറ്റ് ദ, ഇതുവരെ എന്ത് ചെയ്തില്ല, കടിക്ക് ഓർഡർ ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങളൊന്നും വേണ്ട വെച്ചിട്ട് നിങ്ങൾ തീരെ റെസ്പോൺസ് ഇല്ല. നോക്കട്ടെ, ഇത് നോക്കട്ടെ, റെസ്പോൺസ് നോക്കട്ടെ, ഒന്ന് വായിക്കും. നമ്പർ ഓഫ് യൂണിറ്റ് ടു ബി സോൾഡ് ടു ഗെറ്റ് ദ സെയിം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് പെർ യൂണിറ്റ്. കണ്ടില്ല മാഷ്, പ്രോഫിറ്റ് പെർ യൂണിറ്റിന് സ്റ്റാർ ഇട്ട് വെച്ചിരിക്കുന്നു. ഓക്കെ, ഇക്വേഷൻ എന്താ? നമുക്ക് യൂണിറ്റ് അറിയില്ല, നമുക്ക് എന്താക്കാം, എക്സ് ആക്കാം. എത്ര യൂണിറ്റ് കാണണം, കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ് പെർ യൂണിറ്റ് കിട്ടണം. കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ് പെർ യൂണിറ്റ് അറിയാം, എത്ര? 20 അല്ലേ? 4000 ഡിവൈഡ് ബൈ 200 അടിച്ച് 20. അതെ. അപ്പോൾ ഇക്വേഷൻ എന്താ? ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇക്വേഷനൊന്നും മാറ്റില്ല. പക്ഷേ ഈ ടോട്ടൽ എഴുതാൻ പറ്റുമായിരുന്നെങ്കിൽ പ്രോബ്ലം ഇപ്പം എന്ത് ചെയ്യും, കഴിയും. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഒരു യൂണിറ്റിൻ്റെ ആണ് എന്ത് ചെയ്ത് ചോദിച്ചുള്ളത്. ഇതിൽ നിങ്ങൾക്ക് എന്താ അറിയുന്നത്? ഇപ്പോൾ ഡിസൈഡ് പ്രോഫിറ്റ് എഴുതിക്കൂടെ എത്രയെന്ന് എഴുതാം? ഡിസൈഡ് പ്രോഫിറ്റ് പറയടാ, 20 ഇൻറ്റു ഏതാണ്, എക്സ് പറയുമ്പോൾ 100 യൂണിറ്റ് ആണെങ്കിൽ 100 × 20, 500 യൂണിറ്റ് ആണെങ്കിൽ 500 × 20. അത് പിന്നെന്താ, ഫിക്സ്ഡ് കോസ്റ്റ് അറിയില്ല, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടെത്തണം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാണാനുള്ള എന്താണ് ഇക്വേഷൻ. ഓക്കെ അല്ലേ? ഇക്വേഷൻ അല്ല ചെയ്യുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടാൽ പോരാ. കഴിഞ്ഞ കൊല്ലത്തെ കണ്ടിട്ട് എന്താ കാര്യം, ഇക്കൊല്ലത്തെ കാണണം. ഓക്കെ അല്ലേ? യെസ്. കറണ്ട് ഇയർ പ്രോഫിറ്റ് പെർ യൂണിറ്റ് ആൻഡ് ഏതാണ്, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാണാനാണ്. പ്രോഫിറ്റ് കാണാൻ ഇപ്പോൾ ഓൾറെഡി നമുക്ക് അറിയാം, അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി കണ്ടതല്ലേ? അല്ലടാ മുത്തുമണികളെ. അടുത്ത കൊല്ലത്തെ സെയിൽസ് എത്രയാണ്? സെയിൽസ് 200 റുപ്യ വരാം. എങ്ങനെ വരും സെയിൽസ് 200? നിലവിലെ സെയിലിംഗ് പ്രൈസ് എത്രയുള്ളത്? 40,000 ഡിവൈഡഡ് ബൈ 200 അടിച്ചു നോക്ക് അല്ലേ? 40,000 ഡിവൈഡ് ബൈ 200. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. സെല്ലിംഗ് പ്രൈസ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാ. അപ്പോൾ നമ്മൾ എന്താ അസ്യൂം ചെയ്യുക? സെല്ലിംഗ് പ്രൈസ് റിമെയിൻ അൺചേഞ്ച്. വാരിയബിൾ കോസ്റ്റ് ഫസ്റ്റ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കാണണം. 20,000 എത്ര യൂണിറ്റിനുള്ളതാ? 200 അല്ലേ? ഡിവൈഡഡ് ബൈ 200 എത്ര വരും? 100. ഓക്കെ അല്ലേ? മെറ്റീരിയൽ അടുത്ത് കഴിഞ്ഞ കൊല്ലത്തല്ലേ? അടുത്ത കൊല്ലം മെറ്റീരിയൽ കൂടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ കുഴപ്പമില്ല, സെയിം. ഡയറക്റ്റ് ലേബർ നമ്മൾ കണ്ടു ഓൾറെഡി. 45ൻ്റെ കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞിരുന്നു. 30 എങ്ങനെ കിട്ടി? 6000 ഡിവൈഡഡ് ബൈ 200, 30 കിട്ടി. 30 ഇൻറ്റു എത്ര അടിക്കുക? 150% എത്ര വരും? 45. വാരിയബിൾ ഓവർഹെഡ് കാണണം അല്ലേ? അറിയോ? ഇല്ല, അറിയില്ല. അതിന് സെപ്പറേറ്റ് ചെയ്യണം. ഏത്? ഫിക്സ്ഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ ഇതെങ്ങനെ കാണാമെന്ന് വെച്ചാൽ ഇതെവിടെ ഉണ്ട്? വർക്കിംഗ് നോട്ട് നമ്പർ ഏതുണ്ട്? 1 ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ശരിക്കും ഏതാണ്? വർക്കിംഗ് നോട്ട് നമ്പർ 1 ആണ്. കുഴപ്പമില്ല. ഇനി വർക്കിംഗ് നോട്ട് നമ്പർ 2 ചെയ്താലും നമ്മളിവിടെ എന്ത് ചെയ്യും? സ്റ്റെക്ക് ആവും. എന്നിട്ട് വാരിയബിൾ കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള പണിയെടുക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഇതുവരെ ഓക്കെ അല്ലേ? ഇതൊക്കെയാണ് 25 കണ്ട. ഇതിൽ 30 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. ക്ലിയർ അല്ലേ? ഇനി ഫിക്സ്ഡ് കോസ്റ്റ് കിട്ടിയാൽ പരിപാടി തീരും. 30 എങ്ങനെ കിട്ടിയതെന്നും അറിയണം. ഇതാണ് ആ മെയിൻ കമ്പ്യൂട്ടേഷൻ. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കും. കമ്പ്യൂട്ടേഷൻ ഓഫ് ഏതാണ്? ഫിക്സ്ഡ് കോസ്റ്റ്, അല്ലെങ്കിൽ സെപ്പറേഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം സെഗ്രിഗേഷൻ ഓഫ് ഏതാണ്? വാരിയബിൾ കോസ്റ്റ് ആൻഡ് ഫിക്സ്ഡ് കോസ്റ്റ്. രണ്ടും കാണണ്ടേ? കമ്പ്യൂട്ടേഷൻ ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് ഏതാണ്? വാരിയബിൾ കോസ്റ്റ്. അതിനാണ് സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ. സോ നോർമൽ ഇക്വേഷൻ വെറുതെ എഴുതി നോക്കി.
എന്നിട്ട് പറയണത് വി കനോട്ട് അപ്ലൈ ഹിയർ. ഓക്കെ അല്ലേ? കനോട്ട് അപ്ലൈ നോർമൽ ഇക്വേഷൻ ഓഫ് ദ ഏത് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാണാതെ നോർമൽ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് അസംഷൻ എടുക്കുകയാണ്. അസ്യൂം വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര ആക്കാം? എ. ഇനി എക്സോ വൈയോ എടുക്കാം കേട്ടോ. എക്സോ വൈ എടുത്ത് കൊണ്ടാറടങ്ങിയല്ലേ? വേണ്ട, ചിലർക്ക് കാണുമ്പോൾ തന്നെ പേടിയാണ്. അപ്പം എന്നാൽ എ ബി ആക്കാം. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എത്രയാ? ബി. നല്ല ശ്രദ്ധിക്കണം കേട്ടോ, അത് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. ഇതിൻ്റെ ടോട്ടൽ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തിനോട് മൾട്ടിപ്ലൈ ചെയ്യണം? യൂണിറ്റിനോട് മൾട്ടിപ്ലൈ. ഇപ്പോൾ ഇവിടുത്തെ യൂണിറ്റ് എത്രയാണ്? കഴിഞ്ഞ കൊല്ലത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് ഈ കാണുന്നത് അല്ലേ? ഓക്കെ, 200 ദെൻ അടുത്ത ഏതാണ്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് അറിയില്ല, അത് കണ്ടെത്തന്നെ. ഓക്കെ അല്ലേ? വി നോ ദ ഫിക്സഡ് ആൻഡ് വാരിയബിൾ കോസ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ 10,000 വരിക എന്നുള്ളത് ഫസ്റ്റ് ഇയറിൽ അറിയാം. അപ്പോൾ 10,000 എങ്ങനെ കിട്ടി? വാരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും കൂടെ ആഡ് ചെയ്തു. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ വാരിയബിൾ കോസ്റ്റ് പറയുമ്പോൾ എന്താണ്? എ ആണ്. എ ഇൻറ്റു എത്ര അടിക്കണം? 200. കുഴപ്പമില്ലല്ലോ, കാരണം ഒരു യൂണിറ്റിനാണ് എത്ര രൂപ? എ. ഗ്രേറ്റ്, സ്റ്റെക്കായി പോയ പറഞ്ഞു. അടുത്തതാ ഫിക്സഡ് കോസ്റ്റ് എത്രയാ? ടോട്ടലാണ്. ഓക്കെ, അപ്പോൾ ഈ കാൽക്കുലേഷൻ അടിയിൽ എഴുതി ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇത് ശ്രദ്ധിക്കും. ഈ ഇക്വേഷൻ തന്നെ കേട്ടോ, വാരിയബിൾ പ്ലസ് ഏതാണ്? ഫിക്സഡ് ഈസ് ഈക്വൽ ടു ഏതാണ്? 10,000. ഒന്ന് തിരിച്ചിട്ടതാണ്, കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ ഇടാം. വാരിയബിൾ കോസ്റ്റ് എങ്ങനെയാണ്? ഓക്കെ, വേണ്ട. വാരിയബിൾ കോസ്റ്റ് എങ്ങനെ കാണാം? പറയും. 2 ഇക്വേഷനാണ്. ഒന്ന് നോട്ട് ചെയ്താളെ, ഇക്വേഷൻ നോട്ട് ചെയ്തോ, ഇനിയുള്ളതുകൊണ്ട് നോട്ട് ചെയ്തു. ഓക്കെ അല്ലേ? യെസ്. വാരിയബിൾ കോസ്റ്റ് 2 ഇക്വേഷൻ സെറ്റ് ചെയ്യാൻ പോട്ടാ. ഒന്ന് ഏതാണ്? കറണ്ട് ഇയറിൻ്റെ, പിന്നെ ഏതാണ്? നെക്സ്റ്റ് ഇയറിൻ്റെ. അപ്പോൾ കറണ്ട് ഇയറിൻ്റെ ഇക്വേഷൻ പറയാൻ പോട്ടെ. ഇക്വേഷൻ എന്തായിരുന്നു? ഇങ്ങനെ എഴുതാം. വാരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. വാരിയബിൾ റഫായിട്ട് എഴുതിയേക്കാം. വാരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. എഴുതിയില്ലേ? പറ. വാരിയബിൾ കോസ്റ്റ് ഫസ്റ്റ് ഇയറിൽ എത്ര വരാം? ഒരു യൂണിറ്റിൻ്റെ വാരിയബിൾ കോസ്റ്റ് നിങ്ങൾക്ക് അറിയാം അല്ലേ? എത്രയാ? എ. അപ്പോൾ എ ഇൻറ്റു 200 അടിച്ചാ? എ ഇൻറ്റു 200 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. പ്ലസ് ഫിക്സഡ് കോസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏതാ? ബി. പ്ലസ് ബി ഈസ് ഈക്വൽ ടു എത്രയാ? 10,000. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. നോട്ട് ചെയ്തല്ലേ? ദിസ് ഈസ് വാട്ട് ഈസ് ഇക്വേഷൻ നമ്പർ 1. അടുത്തേതാ? അടുത്ത 2. സെക്കൻഡ് ഇക്വേഷൻ ഏതാ? നെക്സ്റ്റ് ഇയർ എഴുതി വെക്കണ്ട. നെക്സ്റ്റ് ഇയർ എ ഇൻറ്റു നെക്സ്റ്റ് ഇയറിൽ എത്ര യൂണിറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്? 300 അല്ലേ? യെസ്. എ ഇൻറ്റു 300 പ്ലസ് ബി എത്രയാ? ഫസ്റ്റ് ഇയറിലെ ബിയും സെക്കൻഡ് ഇയർ ബിയും ഒന്നാണോ? അല്ല, ഫസ്റ്റ് ഇയറിലെ ബി എത്രയാണോ അതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യണം? 1000 ലെസ് ചെയ്യണം. അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്? എ ഇൻറ്റു 300 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തില്ലേ? പ്ലസ് ബി മൈനസ് 1000. ബി മൈനസ് 1000 ബ്രാക്കറ്റിൽ ഇടേണ്ടതാണ്. ബി മൈനസ് 1000 ഇല്ലേ? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ഈസ് ഈക്വൽ ടു എത്രയെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്? 12,000. ഓക്കെ അല്ലേ? റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറഞ്ഞോ. റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഇനി 2 ഇക്വേഷൻ കിട്ടിയില്ലേ? ഇതിനൊന്നുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുത്. എ ഇൻറ്റു 200 എ അല്ല, അടിക്ക് ഒന്നുകൂടെ എടുത്ത് എഴുതാം. എ ഇൻറ്റു 200 അത് രസമല്ലല്ലോ? 200 എ അതല്ല രസം. പിന്നെ ബി തന്നെ, പിന്നെ 10,000 തന്നെ എഴുതിക്കോ. 200 എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 10,000. ഇതാണ് ഇക്വേഷൻ. റിവൈസ്ഡ് ഇക്വേഷൻ നമ്പർ ഏതാണ്? 1. ചിലപ്പോൾ നമ്മൾ 2, 3 എന്നൊക്കെ ഇടാറുണ്ട് ഇക്വേഷൻ. ഓക്കെ അല്ല, വേണ്ട. റിവൈസ്ഡ് ഇക്വേഷൻ നമ്പർ ഏതാ? 1. അടുത്ത ഏതാണ്? 300 എ ഇൻറ്റു 300 എ പ്ലസ് ഏതാ? അല്ല പറയല്ലേ മൈനസ് അല്ലേ? 1000. അത് അങ്ങോട്ട് പോയാൽ 12,000 അപ്പുറത്ത് പോയതാവും, പ്ലസ് ആവും. അപ്പോൾ ബി മാത്രം മതി. ഈസ് ഈക്വൽ ടു 13,000. ഒന്നുകൂടെ പറട്ടെ. 300 എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 13,000 വരും. ഡൗട്ട് ഉണ്ട് ആർക്കെങ്കിലും? 1000 അങ്ങോട്ട് പോയിട്ട് 12,000 കൂടെ ആഡ് ചെയ്ത് എത്ര വരും? 13,000 വരും. അങ്ങനെ 2 ഇക്വേഷൻ കിട്ടിയില്ലേ? ഇനി അടിയിൽ എഴുതാണ്. ഇതിലെ വലിയ ഇക്വേഷൻ ഏതാ? 2 അല്ലേ? അപ്പോൾ എഴുതാ ഡിഡക്ട് ഇക്വേഷൻ 1 ഫ്രം 2. ഡിഡക്ട് ഇക്വേഷൻ 1 ഫ്രം 2. ഡിഡക്ട് ഇക്വേഷൻ 1 ഫ്രം 2. മകളെ ഡിഡക്റ്റ് 200 എയിൽ നിന്ന് 300 എ പോയ എത്ര വരും?
100. അങ്ങനെയല്ല പറയേണ്ടത്. ഏതാ 300 എന്ന് 200. വലുതെന്നല്ലേ ചെറുത് കുറയ്ക്കുക, അല്ലെങ്കിൽ ഇനി മൈനസ് കിട്ടിയിട്ടാകും ഉണ്ടാവും. 300 മൈനസ് 200 അപ്പം എത്ര വരും? 100 വരും അല്ലേ. ബിന്ന് ബി ലെസ് ചെയ്താൽ എന്ത് വരും? 0 ഇല്ല. ഈ സീക്വൽ ടു 13,000 നിന്ന് 10,000 പോലെ എത്ര വരും? 3,000 കിട്ടിയാ. അപ്പം 100 ഈസ് ഈക്വൽ ടു 3,000 കിട്ടിയില്ലേ. എയുടെ വാല്യൂ കാണാൻ എ ഈസ് ഈക്വൽ ടു 3,000 ഡിവൈഡഡ് ബൈ 100 എത്ര വരും? 30. ഈ 30 അല്ലേ അവിടെ നമ്മൾ ബ്ലോക്കായി നിന്ന് 30 അല്ലേ. വാരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ കാണുമ്പോൾ 25 കാണുമ്പോൾ 30 അറിയില്ല എന്ന് പറഞ്ഞില്ലേ. യെസ് 30 മക്കളെ. വാരിയബിൾ കോസ്റ്റ് ആണ് 30. 30 എന്ന് പറഞ്ഞാൽ എന്താ എഴുതുക? ദാറ്റ് ഈസ് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു 30. ഓക്കെ, അങ്ങനെയാണ് ഫിക്സ്ഡ് കോസ്റ്റ് കൊണ്ടുകൂടെ ഫസ്റ്റ് ഇയറിലെ ടോട്ടൽ കോസ്റ്റ് എഴുതാം. ടോട്ടൽ കോസ്റ്റ് എത്രയാ? 10,000. ടോട്ടൽ കോസ്റ്റ് 10,000 ഫസ്റ്റ് ഇയറിലെ മൈനസ് വാരിയബിൾ കോസ്റ്റ് എത്രയാ ഫസ്റ്റ് ഇയറിൽ വരിക? 200 ഇൻറ്റു 30 അല്ലേ. 200 യൂണിറ്റ് അല്ലേ ഫസ്റ്റ് ഇയറിൽ. 30 രൂപ വെച്ച് അപ്പം എത്ര വരും? 6,000. അങ്ങനെ 10,000 നിന്ന് 6,000 പോയാൽ എത്ര വരും? 4,000. ഇതാണ് ഏത് വർഷത്തെ ഫിക്സ്ഡ് കോസ്റ്റ്? ഫസ്റ്റ് ഇയറിലെ. ഓക്കെ അല്ലേ? കിട്ടിയാ? റിപ്പീറ്റ് ചെയ്യണോ? ടോട്ടൽ 10,000 മൈനസ് വാരിയബിൾ 200 ഇൻറ്റു 30 6,000 അപ്പം 4,000 കിട്ടും. അടിയിലെഴുതാം ഫിക്സ്ഡ് കോസ്റ്റ് ഇൻ നെക്സ്റ്റ് ഇയർ ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് ഇൻ നെക്സ്റ്റ് ഇയർ ഈസ് ഈക്വൽ ടു എന്താ? ഫസ്റ്റ് ഇയറിലെ 4,000 ആണെങ്കിൽ 1,000 കുറഞ്ഞ എത്ര വരും? 3,000. പരിപാടി കഴിഞ്ഞു. ഓക്കെ അല്ലേ? ക്ലിയർ? ഇനി നേരെ പോയിട്ട് മുകളിലത്തെ ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്താൽ മതി. ഓക്കെ, എങ്ങനെയാ ഇക്വേഷൻ ഒന്ന് എഴുതി വെച്ചാളെ. എക്സ് ഈസ് ഈക്വൽ ടു എഴുതി വെക്ക്. എക്സ് ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ്. എക്സ് ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഫില്ല് ചെയ്യല്ലേ. എക്സ് ഈസ് ഈക്വൽ ടു വീണ്ടും എഴുതാം. എക്സ് ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് ഇതേ കണ്ടു. എത്രയേ? 3,000. നമ്മൾ കാണാൻ പോകുന്നത് ഏത് കൊല്ലത്തെയാണ്? ഇക്കൊല്ലത്തെ അല്ല, ഏതാ? അടുത്ത കൊല്ലത്തേക്കുള്ളത്. അപ്പോൾ അടുത്ത കൊല്ലത്തെ ഫിക്സ്ഡ് കോസ്റ്റ് 3,000 എടുത്തില്ലേ. പ്ലസ് എക്സ് ഇൻറ്റു ഏതാ? 20. എക്സ് ഇൻറ്റു 20. എക്സ് ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ എത്രയാണ്? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്രയാണ്? 25. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 25. ഓക്കെ അല്ലേ? സോൾവ് ചെയ്തൂടെ? സോൾവ് ചെയ്യാൻ അറിയില്ലേ ഇത്? സോൾവ് ചെയ്യാൻ അറിയില്ല മക്കളെ. ഇതാ 25 അല്ലേ. 25 ഇൻറ്റു എക്സ് അപ്പം എത്രയായി? 25x പ്ലസ് 3,000 പ്ലസ് ഏതാ? 20x. പിന്നെ 25x നിന്ന് 20x എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. അപ്പം എത്ര വരും? 5x ഈസിക്വൽ ടു 3,000. എക്സ് ഈസിക്വൽ ടു 3,000 ഡിവൈഡ് ബൈ 5 ഈസിക്വൽ ടു 600. എന്താ ഈ 600 കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 600 യൂണിറ്റ് നിങ്ങൾ വിറ്റാൽ കഴിഞ്ഞ കൊല്ലത്തെ സെയിം പ്രോഫിറ്റ് കിട്ടുമെന്നാണോ? അല്ല, കഴിഞ്ഞ കൊല്ലത്തെ പെർ യൂണിറ്റ് പ്രോഫിറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ ആണോ? അത് നമുക്കൊന്ന് പ്രൂഫ് നോക്കണ്ടേ? ഓക്കെ, പ്രൂഫ് നോക്കാം. വെറുതെ സൈഡിൽ എവിടെയെങ്കിലും അതുകൂടെ കഴിഞ്ഞിട്ട് പറയാം. പ്രൂഫ് എങ്ങനെ നോക്കാം? നിങ്ങൾ അടുത്ത കൊല്ലം 600 യൂണിറ്റ് വെക്കുകയാണെങ്കിൽ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്ര കിട്ടും? 600 ഇൻറ്റു അടുത്ത കൊല്ലത്തെ കോൺട്രിബ്യൂഷൻ അല്ലേ 25 അല്ലടാ. അപ്പോൾ 600 ഇൻറ്റു 25 എത്ര വരും? 17,000 വരും. ഓക്കെ അല്ലേ? ഓക്കെ, 17,000 വരും അല്ലേ? സോറി 25 അടിച്ചാൽ വരുന്നത് 17,000. ഫിക്സ്ഡ് കോസ്റ്റ് എത്ര? 3,000. അപ്പോൾ എത്ര വരും? 12,000 അല്ലേ? എത്ര യൂണിറ്റ് വിട്ടിട്ട് 12,000 കിട്ടുക? ഡിവൈഡ് ബൈ 600 യൂണിറ്റ് വിട്ടിട്ട് 12,000 കിട്ടുക. അപ്പോൾ ഒരു യൂണിറ്റിന് എത്ര ആവും? 20. ടോട്ടൽ പ്രോഫിറ്റ് എന്തല്ല സെയിം ആവില്ല, പെർ യൂണിറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദാറ്റ്സ് ഓൾ. കമ്പനിയെ 2
കമ്പോണൻ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2 പ്രൊഡക്റ്റുകളെന്ന് വിചാരിക്കാം. ഏതാണ് എം എൻ. ഈ കമ്പോണൻ്റ് എന്ന് പറയാൻ എന്താ, അപ്പോൾ ഒരു മിഷനറി ഉണ്ട്, അതിൻ്റെ ഈ ഭാഗത്തുള്ളതും ഈ ഭാഗത്തുള്ള പാർട്ടുമാണ്. ഇതിന് നമ്മൾ എന്ത് പറയും, എം എന്ന് വിളിക്കും. ഇതിനെന്ത് വിളിക്കും, എൻ വിളിക്കും. അതാ ഉദ്ദേശിച്ചത്, ഫിനിഷ് ഗുഡ്സ് അല്ല. അപ്പോൾ ഈ കോമ്പണൻറ്റുകൾ എന്ത് ചെയ്യാം, വേണമെങ്കിൽ അവർക്ക് പുറത്തുനിന്ന് മേടിക്കാം, ഉണ്ടാക്കാം. അങ്ങനെയാണ് ഉദ്ദേശം. 750 യൂണിറ്റ് എമ്മും 600 യൂണിറ്റ് എന്നൊക്കെയാണ് റിക്വയർഡ്. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവിടുത്തെ മെയിൻ ടിസ്റ്റ് ഇതാ, മിഷൻ ഹവർ ഉണ്ട്. അവിടുത്തെ ലിമിറ്റിംഗ് ഫാക്ടർ നോട്ട് ചെയ്യുക. ഓക്കെ അല്ലേ, എഴുതി വെക്കണ്ട കേട്ടോ മക്കളെ. ലിമിറ്റിംഗ് ഫാക്ടർ എന്നോട് എഴുതി വെക്കരുത് കേട്ടോ. ക്ലിയർ? ഇത് മതി, ഈ പോയിന്റ് മതി. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലിമിറ്റിംഗ് ഫാക്ടർ വന്നാൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ ആയിക്കോട്ടെ ഏതായിക്കോട്ടെ. ഇപ്പോൾ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ നിങ്ങളുടെ സാധാരണ കോൺട്രിബ്യൂഷൻ ഹയസ്റ്റ് ഉള്ള പ്രൊഡക്റ്റ് അല്ലേ നല്ലത്. പക്ഷെ കോൺട്രിബ്യൂഷൻ ഹൈസ്റ്റ് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ടെങ്കിൽ എന്താണ്, കോൺട്രിബ്യൂഷൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ. അപ്പോൾ കോമൺ സാധനമാണ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ലിമിറ്റിംഗ് ഫാക്ടർ. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ എന്താവാം, ലിമിറ്റിംഗ് ഫാക്ടർ എന്തൊക്കെ ആവാം, മിഷൻ അവർ ആവാം, ലേബർ അവർ ആവാം. ഓക്കെ, റോ മെറ്റീരിയൽ. യൂണിറ്റ് ആണെങ്കിലോ, യൂണിറ്റ് ആണെങ്കിൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് വെച്ചിട്ട് ചെയ്താൽ പോരെ. യൂണിറ്റ് ആണെങ്കിലാണ് നോർമലി ഒന്നും ചെയ്യേണ്ടാത്തത്. ഓക്കെ അല്ലേ, കാരണം നമ്മൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് അല്ലേ കണ്ടല്ലേ. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഡിവൈഡ് ബൈ പിന്നെ യൂണിറ്റ് അടിക്കണോ, വേണ്ട. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആ പോയിന്റ് മനസ്സിലല്ലേ, ഉണ്ടാവട്ടെ. പിന്നെ എനി ഡെഫിസിറ്റ് ഓഫ് ദ കോമ്പണന്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഹൗസ് ക്യാൻ ബി മെയ്ഡ് അപ്പ് ബൈ ദ പർച്ചേസ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് either കോമ്പണന്റ് ഫ്രം ഔട്ട്സൈഡ് സപ്ലയർ. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ കമ്പനി ഈസ് ടു സാറ്റിസ്ഫൈ ദ റിക്വയർമെന്റ് ഓഫ് കോമൺ മിനിമം ടോട്ടൽ. ഓക്കെ, അപ്പോൾ ഡിഫക്ട്സ് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ സത്യത്തിൽ ആവശ്യമൊന്നുമില്ല നമുക്ക്. ദ ഫോളോയിങ് ഇൻഫർമേഷൻ എം ഉണ്ട്, പിന്നെ ഇതുണ്ട് എൻ ഉണ്ട്. എത്രയാണ്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, വാരിയബിൾ ഓവർഹെഡ്. ഇത് മൂന്നും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, വാരിയബിൾ കോസ്റ്റ് കിട്ടും. ഓക്കെ അല്ലേ, ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ ഇഗ്നോർ ചെയ്യല്ലേ അല്ലേ. എത്ര വരും വാരിയബിൾ കോസ്റ്റ്, 125ഉം ഇവിടെ എത്ര 175ഉം കിട്ടും. ഇതേ സാധനം തന്നെ ഇപ്പോൾ പ്രൊഡക്ഷൻ, ഫിക്സ്ഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ് നമ്മൾ എന്ത് ചെയ്യാണ്, ഇഗ്നോർ ചെയ്യാണ്. ഓക്കെ അല്ലേ, ഇതിന് നമ്മൾ എന്തെന്ന് വിളിക്കും, ഇറലവൻറ്റ് എന്ന് വിളിക്കും. വിച്ച് മീൻസ് നിങ്ങൾ പ്രൊഡക്ഷൻ നടത്തിയാലും ഇല്ലെങ്കിലും ആ കോസ്റ്റ് അവിടെ ഉണ്ടാവും. ഓക്കെ അല്ലേ, നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ, ഇറ്റ് ഈസ് നോട്ട് അവോയ്ഡബിൾ. ഇതേതാണ്, അൺഅവോയ്ഡബിൾ കോസ്റ്റ് ആണ്. നോട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഏതാ, അൺഅവോയ്ഡബിൾ ആണ്. വിച്ച് മീൻസ് എം നിങ്ങൾ പുറത്ത് മേടിച്ചാലും എൻ നിങ്ങൾ പുറത്ത് മേടിച്ചാലും ഇവിടുന്ന് ഉണ്ടാക്കിയാലും ഏത് കോസ്റ്റ് ഉണ്ടാവും, ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഡിസിഷനിൽ അത് എന്തല്ല, റെലവൻ്റ് അല്ല, ഇറലവൻ്റ് എന്നോ ഇഗ്നോറബിൾ എന്നോ അൺഅവോയ്ഡബിൾ എന്നോ വിളിക്കാം. ഓക്കെ അല്ലേ, ഒക്കെ ഒന്ന് എഴുതി വെച്ചാൽ ഗുണം ചെയ്യും. പക്ഷെ നിങ്ങൾ എഴുതി വെക്കരുത്, നിങ്ങൾ ഡൗട്ടായിട്ട് ഇങ്ങനെ പോകണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തന്നെ ആലോചിക്കണം എന്തുകൊണ്ടാണ് ട്രാൻസ്ഫർ പ്രൈസിലും ഒക്കെ ഫിക്സ്ഡ് കോസ്റ്റ് എടുക്കാത്തതെന്ന് ആലോചിച്ചിരിക്കാം. ഓക്കെ, മിഷൻ അവർ പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എമ്മിന് എത്ര വേണം, 2ഉം മറ്റേന് എത്ര വേണം, 3ഉം. പർച്ചേസ് ചെയ്യുന്ന പുറത്തുനിന്നുള്ള പ്രൈസ് എത്ര, 185ഉം പിന്നെ 259. സംഗതി ഇത്രേ ഉള്ളൂ. ഈ കാൽക്കുലേറ്റർ എടുത്താൽ പരിപാടി പറയട്ടെ. നിങ്ങൾക്ക് വാരിയബിൾ ഉണ്ടാക്കാനുള്ള കോസ്റ്റ് എത്രയാണ്, 125 പറയും, 125 അല്ലേ അല്ലേ. ഓക്കെ, പിന്നെ പുറത്ത് മേടിക്കുകയാണെങ്കിൽ എം 185. എത്ര റുപ്യ കൂടുതൽ വരും, 60 റുപ്യ. ഇതല്ലേ 60 എക്സ്ട്രാ കോസ്റ്റ് അല്ലേ. ഓക്കെ, നോട്ട് ദ പോയിന്റ്. അടുത്തത് എൻ ആണെങ്കിൽ 175 നമുക്ക് എന്ത് വരാം, വാരിയബിൾ കോസ്റ്റ് വരാം അല്ലേ. ഉണ്ടാക്കുകയാണെങ്കിൽ അത് മേക്കിംഗ് കോസ്റ്റാണ് വാരിയബിൾ കോസ്റ്റ്. മറ്റെത്ര വരാം, 259 മൈനസ് 259 എത്രയാ, 84. നമ്മൾ ഉണ്ടാക്കുകയാണോ ചെയ്യാം, മേടിക്കുകയാണോ ചെയ്യാം, രണ്ടും ഉണ്ടാക്കും എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ, ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ടേ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യേണ്ടി വരും, ഉണ്ടാകും. അപ്പോൾ ഏതാണ്, എത്ര ഉണ്ടാക്കണം എന്നൊന്നും ഇവിടെ ഇൻഫർമേഷൻ വേണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, ഉണ്ടാക്കുകയാണെങ്കിൽ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കുക, നിങ്ങൾ പറയും. 60 എന്ത് വരിക, പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ ഏതിനു വേണ്ടി വരാം, എമ്മിന് വേണ്ടി വരാം. 84 പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ ഏതിനു വേണ്ടി വരാം. അപ്പോൾ കൂടുതൽ കോസ്റ്റ് ഏതിനാ വരിക, എന്നിനല്ലേ. അപ്പോൾ നിങ്ങൾ ഏതുണ്ടാക്കാൻ തീരുമാനിക്കും, എം. ഇങ്ങനെയാണോ ഡിസിഷൻ വേണ്ടത്, അല്ല. ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം എന്താ, ഇപ്പം നിങ്ങൾക്ക് കിട്ടിയത് ഏതാണ്, കോസ്റ്റ് പെർ ഏതാണ്, യൂണിറ്റാണ്. നമുക്ക് എന്ത് വേണം, ഹവർ വേണം. അപ്പോൾ നിങ്ങൾ ആ 60നെയും 84നെയും എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഡിവൈഡഡ് ബൈ അതിന് വേണ്ട ഹവർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 60 ഡിവൈഡഡ് ബൈ എത്രയാണ്, 2. അതേപോലെ മറ്റേത് 84 ഡിവൈഡ് ബൈ എത്രയാണ്, 3. അപ്പോൾ എത്ര വരും, 28.
ഓക്കെ അല്ലേ? യെസ്. ഇനി ചോദ്യം എന്താ ചോദിച്ചോ, വായിച്ചോ. കാൽക്കുലേറ്റ് ദ വാരിയബിൾ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഈച്ച് കോമ്പണൻറ്റ് ഇൻ ഹൗസ്, എക്സ്ട്രാ കോസ്റ്റ് ഓഫ് ബൈയിങ് ഈച്ച് കോമ്പണൻറ്റ് ആൻഡ് ഡിറ്റർമിൻ വിച്ച് കോമ്പണൻറ്റ് ഷുഡ് ഹാവ് പ്രൊഡക്ഷൻ പ്രൈവറ്റ്. 3 കാര്യങ്ങൾ. ഒന്ന് ഏതാ? വാരിയബിൾ കോസ്റ്റ്. നമ്മൾ കണ്ടതാണ്, ഇവിടെ എഴുതിയിട്ടുണ്ട്. എത്രയാണ്? 125, 175. ഡയറക്റ്റ് എഴുതി വെച്ചാൽ അതിന് മാർക്ക് കിട്ടില്ല. ഓക്കെ അല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് നേരം എന്ത് ചെയ്യുക, പരത്തി എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. പിന്നെ അടുത്ത കോസ്റ്റ് ഏതാ പറയുന്നവർ? എക്സ്ട്രാ കോസ്റ്റ്. എക്സ്ട്രാ കോസ്റ്റ് പറയുമ്പോൾ ഏത് രണ്ടും കമ്പയർ ചെയ്താൽ മതി. വാരിയബിൾ കോസ്റ്റ് ആണ് ഇവിടുത്തെ ഏത്? പർച്ചേസ് കോസ്റ്റ് അല്ല, മേക്കിംഗ് കോസ്റ്റ്. പിന്നെ പർച്ചേസ് കോസ്റ്റും കൂടെ കമ്പയർ ചെയ്ത എക്സ്ട്രാ കോസ്റ്റ് വരും. ഇതൊക്കെ ഉണ്ടോ? സംഗതി ഇത്രേ ഉള്ളൂ. ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഉണ്ട്. എത്ര ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് കിട്ടി? 125, 75. ഇതാണ് മേക്കിംഗ് കോസ്റ്റ് അല്ലേ? ഇനി ബൈയിങ് കോസ്റ്റ് ഡയറക്റ്റ് കോസ്റ്റിൽ തന്നിട്ടുണ്ട്. എക്സ്ട്രാ കോസ്റ്റ് ഓഫ് ബൈയിങ് എത്ര വരും? 60 അല്ലേ? ഇവിടെ 125 റുപ്യക്ക് ഉണ്ടാക്കുന്ന സാധനം പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ 185. പക്ഷേ നമുക്ക് ലിമിറ്റിംഗ് ഫാക്ടർ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് പുറത്തുനിന്ന് മേടിച്ചേ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഏതാ അടുത്ത്? ഈ 60ഉം 84ഉം വെച്ചിട്ടാണോ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്? 60ഉം 84ഉം ആണെങ്കിൽ നിങ്ങൾ ഏത് പുറത്തുനിന്ന് മേടിക്കാൻ, ഏത് ഉണ്ടാക്കാൻ തീരുമാനിക്കും? എം ഉണ്ടാക്കാൻ തീരുമാനിക്കും അല്ലേ? അല്ലടാ, ആണോ? അല്ലല്ലോ. നിങ്ങൾ എം ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ നിങ്ങൾ പുറത്തുനിന്ന് വലിയ വില കൊടുത്ത് മേടിക്കണ്ടേ? അപ്പോൾ ഏതാ നിങ്ങൾ തീരുമാനിക്കുക? എൻ ഉണ്ടാക്കാനാണ് തീരുമാനിക്കുക അല്ലേ? സംഗതി മനസ്സിലാവില്ല എനിക്ക്. പുറത്തുനിന്ന് മേടിക്കാനുള്ള കോസ്റ്റ് ഏതിനാണ്? എക്സ്ട്രാ കോസ്റ്റ് കൂടുതൽ ഏതിനാ? എന്നിനാ. അത് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുക. എന്നിട്ട് ചെറിയ പൈസക്ക് എന്ത് ചെയ്യുക? പുറത്തുനിന്ന് ഏത് മേടിക്കുക? 60 അല്ല കിട്ടുക, 60 എക്സ്ട്രാ കോസ്റ്റാണ്. ഓക്കെ. ഇങ്ങനെ കമ്പയർ ചെയ്താലേ നമുക്ക് പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് ഇത് വെച്ച് നോക്കിയിട്ട് പറ്റില്ലല്ലോ, നെറ്റ് റിസൾട്ട് നോക്കിയിട്ട്. പക്ഷെ ഇത് തെറ്റാ. കാരണം നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇത് ലിമിറ്റിംഗ് ഫാക്ടർ കൺസിഡർ ചെയ്യണം. അപ്പോൾ അടുത്ത ഏതാ പറയുന്നത്? ഇതാ എക്സ്ട്രാ കോസ്റ്റ് ഓഫ് ബൈയിങ്, എക്സ്ട്രാ കോസ്റ്റ് ഓഫ് ബൈയിങ് പെർ ഏതാണ്? പെർ മിഷൻ അവർ. എങ്ങനെ കാണാം? ഈ 60 ഇല്ലേ, ഡിവൈഡ് ബൈ 2, 84 ഡിവൈഡ് ബൈ എത്രയും 3, 30ഉം പിന്നെ എത്ര വരും? 28 വരും. ഓക്കെ അല്ലേ? അപ്പോൾ ബൈയിങ് കോസ്റ്റ് കൂടുതലുള്ളത് ഏതിനാണ്? എമ്മിനാണ് അല്ലേ? നേരത്തെ നോക്കിയപ്പോൾ ഏതിനാന്ന് പറഞ്ഞ്? അപ്പോൾ എന്നെ വെച്ചല്ല നോക്കേണ്ടത്. ഡിസിഷൻ മേക്കിംഗ് ഏത് വെച്ചിട്ടാണ്? പെർ യൂണിറ്റ് അഥവാ ലിമിറ്റിംഗ് ഫാക്ടർ. ഇവിടെ ഏതാണ്? കോസ്റ്റ് പെറാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ കോൺട്രിബ്യൂഷൻ കാണുന്ന പോലെ ഇവിടെ ഏത് ചെയ്യാം? കോസ്റ്റ്. ഈ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാനുള്ള സെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം. പക്ഷെ ഇവിടെ അതിനുള്ള ഡാറ്റ ഇല്ല. പക്ഷെ അതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ സാധ്യത കുറക്കുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഇത് ലാസ്റ്റിൽ വിച്ച് ഈസ് ദ പ്രൊഡക്ഷൻ പ്രയോറിറ്റി എന്ന് മാത്രമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആകെ തലവെക്കേണ്ടി. പക്ഷെ അവരിപ്പോൾ ആദ്യം പറഞ്ഞ് വാരിയബിൾ കോസ്റ്റ് ആണോ പറഞ്ഞ്, എക്സ്ട്രാ കോസ്റ്റ് ആണോ പറഞ്ഞ്. അപ്പോൾ അതിൽ മണക്കണം. പക്ഷെ അവിടെ മിക്കവാറും തെറ്റ് എവിടെ വരും? നിങ്ങൾ ഇതിലല്പം എന്ത് വരും? തെറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയില്ലേ? ലിമിറ്റിംഗ് ഫാക്ടർ വരുമ്പോൾ നമ്മൾ എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്രോപ്രിയേറ്റ് ടൈമിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതിൽ റാങ്ക് ഏതാണ്? പ്രൊഡക്ഷന് റാങ്ക് കൊടുക്കേണ്ടത് ഏതാണ്? 1 ആണ്. കാരണം ഏറ്റവും കൂടുതൽ പുറത്തുനിന്ന് മേടിക്കാനുള്ള കോസ്റ്റ് ഏതിനാണ്? എമ്മിനാണ്. അതുകൊണ്ട് 1 ഇതും കൊടുത്ത്, 2 ഇതും കൊടുത്തു. എന്നിട്ട് എന്താ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്? പ്രൊഡക്ഷൻ പ്രയോറിറ്റി ഷിപ്പ് ഗിവൺ ടു M1 വിച്ച് ഹാസ് എ ഹയർ എക്സ്ട്രാ കോസ്റ്റ് ഓഫ് ബൈയിങ് പെർ മിഷൻ ഹവർ. ഓക്കെ അല്ലേ? ബൈ ചെയ്യാനുള്ള കോസ്റ്റ് ഏതിന് കൂടുതലാണ്? എമ്മിന് കൂടുതലാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ? അപ്പം ഇനിയിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇലാബറേറ്റ് ചെയ്തിട്ട് യൂണിറ്റ് എത്ര വരും എന്നൊക്കെ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ അതിലേക്കൊന്നും എത്തിയിട്ടില്ല. ദാറ്റ്സ് ഓൾ.